ഉത്സാഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മൾ എപ്പിഡമോളജി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് കോൾഡ് ചെയിൻ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം അല്ലേ, കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് കുറച്ച് ഒഴിച്ചുകൂടാനാവാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരുന്നതാണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻസിലാണെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കണം അല്ലേ. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടൊക്കെ ഒന്ന് പുതുക്കി നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുക്കാം. അപ്പം അപ്പം ഈ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത് എന്താണ് അറിയാമല്ലേ? എന്തുവാ, വാക്സിൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലേ. അത് മാത്രമല്ല കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ, വാക്സിൻ എവിടെ നിന്നാണോ ഉണ്ടാക്കുന്നത് അത് അവിടെ നിന്ന് വാക്സിൻ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സെൻറ്ററിലോട്ട് എത്തിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നും അതിനകത്ത് വരുന്ന വാക്സിനുകൾ, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത് പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രഡക്ഷൻ കണക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾഡ് ചെയിൻ ഈസ് എ സിസ്റ്റം യൂസ്ഡ് ഫോർ സ്റ്റോറിങ് വാക്സിൻ ഇൻ ഗുഡ് കണ്ടീഷൻ. കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വാക്സിനെ അതിൻ്റെ ഗുഡ് കണ്ടീഷനിൽ സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് എന്താണ്, വാക്സിൻ സപ്ലൈ ചെയിൻ ഓർ ഇമ്മ്യൂണൈസേഷൻ സപ്ലൈ ചെയിൻ. അപ്പം ഈ കോൾഡ് ചെയിന് പറയുന്ന വേറെ രണ്ട് ഇതാണ് എന്തെന്ന് പറയുന്നത്, വാക്സിൻ സപ്ലൈ ചെയിനും പിന്നെന്താണ്, ഇമ്മ്യൂണൈസേഷൻ സപ്ലൈ ചെയിനും. അത് നമ്മൾക്ക് ഓപ്ഷനിൽ കാണുമ്പോഴേ ഇത് അതർ വേർഡ് ഓഫ് അല്ലെങ്കിൽ ഇത് അതർ നെയിം ഓഫ് കോൾഡ് ചെയിൻ അതിനകത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ, എന്താണ് വാക്സിൻ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ എന്താണ് ഇമ്മ്യൂണൈസേഷൻ സപ്ലൈ ചെയിൻ. പിന്നെന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ലിങ്ക്സ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു കീപ് വാക്സിൻസ് വിത്ത് WHO റെക്കമെൻഡഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ നോക്കുന്നത്, വാക്സിൻ്റെ ഈ ഒരു നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു കോൾഡ് ചെയിനെ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതും എങ്ങനെയാണ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. പർട്ടിക്കുലർ മീൻസ് അത് WHO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ ബേസിലാണ് ഈ കോൾഡ് ചെയിനിലെ വാക്സിൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ആരുടെ റെക്കമെൻഡേഷനുള്ള ടെമ്പറേച്ചറിലാണ്? വേറെ ഒരു മനുഷ്യരുടെ അല്ല, ആരുടെയാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ടെമ്പറേച്ചറിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കോൾഡ് ചെയിനിൽ വാക്സിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനെയാണ് എന്ത് ഡിസൈൻ ചെയ്തേക്കുന്ന കോൾഡ് ചെയിൻ്റെ ആ ഒരു സപ്ലൈയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വാക്സിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും എല്ലാം ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ബേസിലാണ്. അത് ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? WHO. ആരാ WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ക്ലിയർ ആണേ? ഇനി അടുത്ത എന്താ, കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ദ കോൾഡ് ചെയിൻ സിസ്റ്റം ഈസ് നെസസറി because vaccine failure may occur due to failure to store, transport under the strict temperature. കോൾഡ് ചെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് നെസസറി ആണ്. എന്തുകൊണ്ടാണ് കോൾഡ് ചെയിൻ സിസ്റ്റം നെസസറി ആവാൻ കാരണം എന്താണ്? വാക്സിൻ ഫെയിലർ ഉണ്ടാവും അല്ലേ. എങ്ങനെയാണ് ഈ വാക്സിൻ ഫെയിലർ ഉണ്ടാകുന്നത്? അത് സ്റ്റോർ ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഒരു സ്ട്രിക്റ്റ് ടെമ്പറേച്ചറിൽ അല്ല എന്നുണ്ടെങ്കിൽ അത് വാക്സിൻ ഫെയിലർ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കോൾഡ് ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നെസസറി ആയിട്ടുള്ള ഒരു സംഭവം ആണ്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. എന്തോ പറയുന്നത്, ദ ടേം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ കെയ്ത്ത് ഒലീവർ. കെയ്ത്ത് ഒലീവർ ആണ് ഈ കോൾഡ് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഫസ്റ്റ് കോയിൻ ചെയ്തത്. ആരാണ്? കെയ്ത്ത് ഒലീവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. കോൾഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വാക്സിൻ ഫെയിൽ ആവാതിരിക്കാൻ അല്ലെങ്കിൽ ഫെയിലർ ഓഫ് വാക്സിൻ സംഭവിക്കാതിരിക്കാൻ ഒരു സ്ട്രിക്റ്റ് ടെമ്പറേച്ചർ, ആര് റെക്കമെൻഡ് ചെയ്യുന്ന സ്ട്രിക്റ്റ് ടെമ്പറേച്ചറിലാണ്? WHO. WHO എന്ന് പറയുന്നത് ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇത് കൊണ്ടുവന്നത് ആരാണ്? കെയ്ത്ത് ഒലീവർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് കൊണ്ടുവന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്, ഡെഫിനിഷൻ.
എന്താണ് കോൾഡ് ചെയിൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എന്താണ്? ദ കോൾഡ് ചെയിൻ ഈസ് എ സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻ അറ്റ് ലോ ടെമ്പറേച്ചർ ഫ്രം ദ മാനുഫാക്ചർ ടു ദ ആക്ച്വൽ വാക്സിനേഷൻ സൈറ്റ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടാണ് അല്ലേ? ട്രാൻസ്പോർട്ട് ഓഫ് എന്താണ്? വാക്സിൻ ആണ്. അത് ഏത് ടെമ്പറേച്ചറിലാണ്? ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലോ ടെമ്പറേച്ചറിൽ. അത് എന്താണ്? അതിനകത്ത് ഐദർ അതെന്താവത്തില്ല, ഡിക്രീസും ആവത്തില്ല, ഇൻക്രീസും ആവത്തില്ല. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇതിലായിരിക്കും അത് കൊണ്ടുപോകുന്നത്. അത് എവിടെ നിന്നാണ്? അത് ഉണ്ടാക്കുന്നിടത്ത് നിന്നും അത് എവിടെയാണോ വാക്സിനേഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ്? ഈസ് എ സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻ അറ്റ് ലോ ടെമ്പറേച്ചർ ഫ്രം ദ മാനുഫാക്ചറർ ടു ദ ആക്ച്വൽ വാക്സിനേഷൻ സൈറ്റ്. ക്ലിയർ ആയേ? ഇനി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കോൾഡ് ചെയിൻ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ കോൾഡ് ചെയിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? ഒബ്റ്റെയിനിങ് ദ വാക്സിൻ ഫ്രം മാനുഫാക്ചേഴ്സ്, പിന്നെന്താ സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് ദ വാക്സിൻ, പിന്നെന്താ മെയിൻറ്റെയിനിങ് സപ്ലൈ ഓഫ് വാക്സിൻ, ഹാവിങ് ഇൻഫോർമേഷൻ എബൌട്ട് എസെൻഷ്യൽ എക്യുപ്മെൻറ്റ്, സപ്ലൈസ് ഓഫ് ഇലക്ട്രിസിറ്റി എക്സെട്ര. അപ്പം ഇതിനകത്ത് എന്തോ പറയുന്നത്? ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് കോൾഡ് ചെയിൻ്റെ ഇമ്പോർട്ടൻസ്? നമുക്ക് വാക്സിൻ എവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന അവിടെ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. കോൾഡ് ചെയിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഈ വാക്സിനെ എന്താണ് നല്ല രീതിയിൽ അതെന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിനകത്ത് എന്താണ്? ഹാവിങ് ഇൻഫോർമേഷൻ അബൌട്ട് എസെൻഷ്യൽ എക്യുപ്മെൻറ്റ്സ്, അത് കൊണ്ടുപോകാൻ എന്തെല്ലാം സപ്ലൈസ് അല്ലെങ്കിൽ എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക അറിയാനുള്ള ഇൻഫോർമേഷനും കിട്ടും. പിന്നെന്താ, ഇനി നമ്മൾ അത്രയാണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇനിയും അടുത്ത ഒരു ഇമ്പോർട്ടൻസ് ഏതാണ്? കീപ്പിംഗ് ദ വാക്സിൻ അറ്റ് ലോ ടെമ്പറേച്ചർ. നമുക്ക് വാക്സിൻ എന്ത് ചെയ്യാൻ പറ്റും? ലോ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റിംഗ് ദ വാക്സിൻ ഫ്രം സൺലൈറ്റ് എക്സ്പോഷർ. സൺലൈറ്റ് എക്സ്പോഷറിൽ നിന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിനിങ് ദ പൊട്ടൻസി ഓഫ് വാക്സിൻ. പൊട്ടൻസി എന്ന് പറഞ്ഞാൽ അത് ഫെയിലിയർ ഒന്നും ആകാതെ അത് ആ ഒരു പീക്ക് പോയിന്റ് റീച്ച് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ആ ഒരു കഴിവ്, അതൊന്ന് വാക്സിന് ആ ഒരു പൊട്ടൻസി ഉണ്ട് അല്ലേ? അപ്പം ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ? ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് കോൾഡ് ചെയിൻ. അപ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് എങ്ങനെയൊക്കെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്? ഫോർ സക്സസ്ഫുൾ കോൾഡ് ചെയിൻ സിസ്റ്റം 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ എന്താണ് നീഡഡ്. എന്തൊക്കെയാണ് അത്? ഒന്ന്, പേഴ്സണൽ, നല്ല എന്താ പറയുന്ന ആൾക്കാർ വേണം അല്ലേ? ഇത് നന്നായിട്ട് സ്റ്റോർ ചെയ്യാനും ഇത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ കഴിവുള്ള എന്ത് വേണം? ആൾക്കാർ വേണം അല്ലേ? പേഴ്സണൽസ് വേണം. പിന്നെന്താ? എക്യുപ്മെൻറ്റ്സ് വേണം ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് വാക്സിൻ ടു മോണിറ്റർ ടെമ്പറേച്ചർ. കോൾഡ് ബോക്സസ് ഉണ്ട് അല്ലേ? പിന്നെ ഡീപ്പ് ഫ്രീസേഴ്സ് ഉണ്ട് അല്ലേ? പിന്നെ കോൾഡ് റൂം സ്റ്റോറേജ് ഉണ്ട്. അതേപോലെ തന്നെ ഐസ് എന്താ പറയുന്നത് ഐസ് ലിങ്ക്ഡ് ടെമ്പറേച്ചർ ബേസിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ റിസർവയർ ബേസിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനെല്ലാം എന്താണ്? ഓരോ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഓരോ എന്താ പറയുന്നത് ഇപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോകാനേ, പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോകാനേ, പിന്നെ ചെറിയ എന്താ പറയുന്നത് സ്പെഷ്യലായിട്ടുള്ള കെയറിങ് ഫെസിലിറ്റീസിലോട്ട് കൊണ്ടുപോകാനേ, പിന്നെ അതേപോലെ നമ്മൾ വാക്സിനേഷൻ നിങ്ങളെല്ലാവരും പോയിട്ടുള്ളതായിരിക്കും അല്ലേ? ഈ വീടുകൾ തോറും കയറി ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കത്തില്ലേ? പോളിയോ വാക്സിനൊക്കെ. അപ്പം അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന എന്താ കോൾഡ് ബോക്സ്, അങ്ങനെയൊക്കെയുള്ള പിന്നെ വാക്സിൻ കാരിയർ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് എന്ത് പറയുന്നത്? എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏതാണ്? പ്രൊസീജിയേഴ്സ് ഏതാ? ടു എൻഷുർ ദ വാക്സിൻസ് ആൻഡ് സ്റ്റോർഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അറ്റ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ. എന്താണ്? നമുക്ക് അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്? അതിൻ്റെ പ്രൊസീജിയറായിട്ട് വരുന്നത്.
ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വാക്സിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നത്. അതിന് എന്താ പറയുന്നത്, അതിനെപ്പറ്റി എല്ലാം അറിയുന്ന, അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നും എല്ലാം അറിയുന്ന എന്ത് വേണം, ആൾക്കാരുണ്ടാവണം. പിന്നെന്തോ പറയുന്നത്, അതിന് പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. അതെങ്ങനെയാണ് അത് ടെമ്പറേച്ചർ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്ന പ്രൊസീജിയർ അറിയാവുന്ന ആൾക്കാരും ഉണ്ടാവണം. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓൾ വാക്സിൻസ് മസ്റ്റ് ബി സ്റ്റോർഡ്, ട്രാൻസ്പോർട്ടഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് ദ റെക്കമെൻഡഡ് ടെമ്പറേച്ചർ ബൈ ദ മാനുഫാക്ചറർ in the literature accompanying the vaccine, otherwise they may be denatured and ടോട്ടലി ഇൻഎഫക്റ്റീവ് വിത്ത് ലോസ് ഓഫ് പൊട്ടൻസി. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് പറ്റും, അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഒരു റെഫ്രിജറേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ എന്താ പറയുന്നത്, ഇതാണ് ഇതിനകത്ത് എന്ത് വരുന്നത്, മെയിൻ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്നത് ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് ഈ മെയിൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നതിനകത്ത് ടോപ്പിൽ വരുന്നത് എന്താണ്, BCGയും മീസിൽസും ആണ്. റെഫ്രിജറേറ്റർ അറിയാലോ, വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജ്. അപ്പം അതിനകത്ത് മുകളിൽ എന്താ പറയുന്നത്, ഐസ് ക്യൂബിന് തൊട്ട് താഴെയാണ് എന്ത് വരുന്നത്, ഓറൽ പോളിയോ വാക്സിൻ ആംപ്യൂൾസ് വരുന്നത്. ക്ലിയർ ആയോ? ഒരു റെഫ്രിജറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് കറക്റ്റ് സ്റ്റോറേജ് ഓഫ് വാക്സിൻ ഇന്നെ റെഫ്രിജറേറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. റെഫ്രിജറേറ്ററിൽ ഐസ് ക്യൂബ് ഇരിക്കുന്നതിന് തൊട്ട് താഴെ, അതായത് ഫ്രീസിങ് കമ്പാർട്ട്മെൻറ്റിലാണ് എന്ത് വെച്ചിരിക്കുന്നത്, ഓറൽ പോളിയോ വാക്സിൻ ആംപ്യൂള് വെച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ, അതായത് ഈ ഭാഗത്ത് വരുന്ന മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ടോപ്പ് ഭാഗത്ത് BCGയും മീസിൽസും വരും. പിന്നെ മിഡിലിൽ എന്താണ് വരുന്നത്, DPT, DT, എന്താണ് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, അതേപോലെ എന്താണ് ഡിഫ്തീരിയ, ടെറ്റനസ്, പിന്നെന്താണ് ടോക്സോയിഡ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, ഇതെല്ലാമാണ് എന്ത് വരുന്നത്, മിഡിലിൽ വരുന്നത്. ലോവറിൽ എന്താണ് വരുന്നത്, ഡൈലുവൻ്റ് ആണ് എന്ത് വരുന്നത്, ലോവറിൽ വരുന്നത്. ആ പിക്ചറിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? ഈ ഡോർ സൈഡിൽ, നമ്മളൊക്കെ ഫ്രിഡ്ജിനകത്ത് ഡോർ സൈഡിൽ വെള്ളം വെക്കും, പിന്നെ എന്താ പറയുന്നത് മുട്ട വെക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഇല്ലേ. ഇതൊന്നും അതിനകത്ത് വെക്കൂല കേട്ടോ. പകരം എന്താണ് ഇതിനകത്ത് എന്താണ് ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഡോറിൽ വെക്കത്തില്ല. പിന്നെ ഇതിനകത്ത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടെമ്പറേച്ചർ സ്റ്റോർ ചെയ്യുന്നത്. അതിന് ചെയ്യുന്ന ഏതാണ് യൂസ് ചെയ്യുന്നത്, ഡയൽ തെർമോമീറ്റർ ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇത് റെഫ്രിജറേറ്ററിൽ നമ്മൾ എങ്ങനെ എന്ത് വെക്കുന്നത്, വാക്സിന് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വെച്ചേക്കുന്ന ഐസ് ക്യൂബിന് തൊട്ട് താഴെയായിട്ട് എന്താണ്, ഓറൽ പോളിയോ വാക്സിൻ ആംപ്യൂള് വെക്കും. പിന്നെന്താണ്, അതിന് താഴെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കത്തില്ലേ, അതിൻ്റെ ടോപ്പ് ഭാഗത്ത് BCGയും മീസിൽസും ആണ് വെക്കുന്നത്. അതിന് സെക്കൻഡ്, അതിൽ മിഡിൽ ഇതിൽ എന്താണ് വരുന്നത്, DPT, അതെല്ലാം ആണ് വെക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് B വെക്കും. പിന്നെ ഏറ്റവും ലോവർ പോർഷനിൽ എന്താണ് നമ്മൾ ഈ പച്ചക്കറി അങ്ങനെയൊക്കെ വെക്കുന്ന, ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പച്ചക്കറി വെക്കുന്ന ഇതിനകത്ത് നിന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ ഫ്രിഡ്ജിൽ താഴെ ഏറ്റവും താഴത്തെ ഭാഗം പച്ചക്കറിയൊക്കെ വെക്കത്തില്ല, ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ട് തുറന്നിട്ട് അതിനകത്തോട്ടല്ലേ പച്ചക്കറി എല്ലാവരും വെക്കുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ലോവറിൽ എന്താണ്, ഡൈലുവൻ്റ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതാണ് റെഫ്രിജറേറ്റർ. അപ്പം ഇതിനകത്ത് ഈ ഭാഗത്താണ് ഇത് വരുന്നത്, നമ്മൾ ടെമ്പറേച്ചർ വരുന്നത്. അതിന് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഡയൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി എന്താ, എമംഗ് ഓൾ വാക്സിൻ പോളിയോ ഈസ് ദ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് റിക്വയറിംഗ് സ്റ്റോറേജ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഇതിനകത്ത് ഈ എല്ലാ വാക്സിനകത്ത് നിന്നും ഏറ്റവും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്, പോളിയോ വാക്സിൻ ആണ്. ഈസ് ദ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് ആൻഡ് റിക്വയറിംഗ് സ്റ്റോറേജ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആയോ? അപ്പം ഇതിനകത്തെ ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു ഇതെന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, പോളിയോ എന്ന് പറയുന്നത് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ആണ്. അത് റിക്വയറിൻ്റെ അതിൻ്റെ സ്റ്റോറേജിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയിരിക്കണം. അതിൻ്റെ എന്താ പറയുന്നത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 20 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആയോ? ഇനി പോളിയോ ആൻഡ് മീസിൽ വാക്സിൻസ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ ഫ്രീസർ കമ്പാർട്ട്മെൻറ്റ്.
പിന്നെ അപ്പോൾ എന്താണ് ഈ പോളിയോയും മീസിൽസും ഒക്കെ നമ്മൾ എവിടെയാണ് ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. TPD, പിന്നെ DT, TT, BCG, ടൈഫോയിഡ് ആൻഡ് ഡൈലുവൻസ് വാക്സിൻസ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ കോൾഡ് പാർട്ട് ആൻഡ് നെവർ അലോ ടു ഫ്രീസ്. അതിനകത്ത് എന്ത് ചെയ്യണം, ഇത് എന്ത് ചെയ്യത്തില്ല, അത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അലോ ചെയ്യത്തില്ല, എന്താവാൻ, ഫ്രീസ് ആവാൻ അലോ ചെയ്യത്തില്ല. പിന്നെ എന്താണ്, വാക്സിൻ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം സൺലൈറ്റ് ആൻഡ് കോണ്ടാക്ട് ഓഫ് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻസോ അതുപോലെ തന്നെ സൺലൈറ്റോ എന്തുമായിട്ട് കോണ്ടാക്ട് വരരുത്, വാക്സിനുമായിട്ട് കോണ്ടാക്ട് വരരുത്. മനസ്സിലായോ? ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് കോൾഡ് ചെയിൻ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ 3 ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജിൽ ഫസ്റ്റ് 1 പേഴ്സണൽ പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം എക്യുപ്മെന്റ്സ് പറഞ്ഞു. ഞാൻ അതിനകത്ത് പറഞ്ഞായിരുന്നു വാക്സിൻ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ എന്താ പറയുന്നത്, ചില എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞില്ലേ? അപ്പം അതിനുള്ള ഇതാണ് എന്ത് പറയുന്നത്, വോക്ക് ഇൻ കോൾഡ് റൂം. അതെന്ന് പറയുന്നത് എന്താണ്, വോക്ക് ഇൻ കോൾഡ് റൂം. അപ്പോൾ വോക്ക് ഇൻ കോൾഡ് റൂമിൽ എന്തുവാ പറയുന്നത്, ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് റീജിയണൽ ലെവൽ. അപ്പോൾ ഈ കോൾഡ് റൂം തന്നെ ഈ സംഭവമാണ്, ഇതാണ് വോക്ക് ഇൻ കോൾഡ് റൂം എന്ന് പറയുന്നത്. ഇത് എവിടെയൊക്കെയാണ് കാണുന്നത്, റീജിയണൽ ലെവലിലാണ് കാണുന്നത്. അതെന്താണ് ഇതിനകത്ത്, സ്റ്റോർ വാക്സിൻ അപ് ടു 3 months ആൻഡ് സെർവ്സ് 4 to 5 ഡിസ്ട്രിക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര നാൾ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും, സ്റ്റോർ വാക്സിൻസ് അപ് ടു 3 months. 3 months വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാക്സിൻ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതെങ്ങനെയാണ്, അത് സെർവ് ചെയ്യുന്നത് എത്രയാണ്, 4 to 5 ഡിസ്ട്രിക്റ്റിലാണ് അത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം വോക്ക് ഇൻ കോൾഡ് റൂം എന്ന് പറയുന്നത് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, റീജിയണൽ ലെവലിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യുന്നത് അപ് ടു 3 months വരെ അത് സ്റ്റോർ ചെയ്യും. പിന്നെ അത് സെർവ് ചെയ്യാൻ പറ്റുന്നത് 4 to 5 ഡിസ്ട്രിക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് 4-5 ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ അത്രയും നമുക്ക് റീജിയണൽ ലെവലിൽ സ്റ്റോർ ചെയ്യുമ്പം അതിനകത്ത് അപ്പോൾ എന്തുമാത്രം വാക്സിൻ അതിനകത്ത് കൊള്ളും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? അതാണ് എന്തെന്ന് പറയുന്നത് വോക്ക് ഇൻ കോൾഡ് റൂം. വോക്ക് ഇൻ കോൾഡ് റൂം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, അതിനകത്തെ പോയിന്റ് അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. മനസ്സിലായോ? അതെവിടെയാണ്, റീജിയണൽ ലെവൽ. ഇത് യൂസ് ചെയ്യുന്നത് റീജിയണൽ ലെവലിലാണ്. വാക്സിൻ സ്റ്റോർ ചെയ്യുന്നത് 4 to 3 months വരെ നമുക്ക് വാക്സിൻ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ എന്താണ്, എത്ര ഡിസ്ട്രിക്റ്റിലോട്ട് അത് സപ്ലൈ ചെയ്യാൻ പറ്റും, 4 to 5 ഡിസ്ട്രിക്റ്റിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള വാക്സിന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്, അത് അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാക്സിൻ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. 4-5 ജില്ലകളിലോട്ടൊക്കെ അത് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അതാണ് എന്തെന്ന് പറയുന്നത് വോക്ക് ഇൻ കോൾഡ് റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത എന്താണ്, വോക്ക് ഇൻ ഫ്രീസേഴ്സ്. വോക്ക് ഇൻ ഫ്രീസർ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഇൻ സൈസ് ഓഫ് 16.5 cubic meter ആൻഡ് എന്താണ്, സ്മോൾ ലെറ്റർ ആണ്, ആൻഡ് എന്താണ് 32 cubic meter. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണ്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 16.5 cubic meter ടു എന്താണ് അല്ലെങ്കിൽ ആൻഡ് 32 cubic meter. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി 16, 16, 32 എന്നുള്ള രീതിയിൽ, പിന്നെ ഒരു 0.5 അത് ഇപ്പുറത്ത് വരുന്നില്ല, അവിടെ മാത്രമേ വരുന്നുള്ളൂ. അപ്പം വാക്സിൻ ഫ്രീസറിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 16.5. അത് വെച്ച് ഓർത്തിരിക്കുക. 16.5 ആൻഡ് എന്താണ് 32 വരെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെന്താ, ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ലാർജ് ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം ഇത് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നത്, എല്ലാ സ്റ്റേറ്റിലും അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വോക്ക് ഇൻ ഫ്രീസേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് എവിടെയൊക്കെയാണ്, ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വോക്ക് ഇൻ ഫ്രീസേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ സ്റ്റേറ്റേഴ്സ് ആൻഡ് ലാർജ് ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ്, എല്ലാ സ്റ്റേറ്റ്സിലും അതുപോലെ തന്നെ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വോക്ക് ഇൻ ഫ്രീസേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇനി എന്താ പറയുക, ദേ മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ അറൗണ്ട് 20 degrees Celsius. അപ്പം ഇത് എത്രയാണ്, നമ്മൾ മുമ്പേ ഒരു എന്താണ് പോളിയോ വാക്സിൻ എന്ന് പറയുന്ന ഹീറ്റ് സെൻസിറ്റീവ് ആണ്, അത് ഏത് ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്, 20 degrees Celsius ആണ്. അതുപോലെ ഇവിടെ എന്താണ്, ദേ മെയിൻറ്റെയിൻ, ഏതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ വോക്ക് ഇൻ കോൾഡ് റൂം മെയിൻറ്റെയിൻ എന്താണ് വാക്സിൻസ് അറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയിലാണ്, 20 degrees Celsius.
ക്ലിയർ ആയോ? ബൾക്ക് സ്റ്റോറേജ് ഓഫ് OPV ആൻഡ് ഓൾസോ പ്രിപ്പയർ ഫോഴ്സൺ ഐസ് പാക്ക് ആൻഡ് അറ്റ് സ്റ്റേറ്റ് സ്റ്റോർസ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് വരുന്നത്? ഈ വോക്കിൻ ഫ്രീസേഴ്സിൽ മെയിനായിട്ട് എന്താണ്? ബൾക്ക് സ്റ്റോറേജ്. നമ്മൾ മുമ്പേ പറഞ്ഞു പോളിയോ വാക്സിൻ ഹീറ്റ് സെൻസിറ്റീവ് ആണ്, അത് 20 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രിയാണ്. അപ്പം ഇതിനകത്ത് എന്താണ്? ബൾക്ക് സ്റ്റോറേജ്, അത്രയും മാത്രം സ്റ്റോറേജ് ആണ് വരുന്നത്. എന്തിൻ്റെ? ഓറൽ പോളിയോ വാക്സിൻ്റെ സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഐസ് പാക്സ്, ഫ്രോസൺ ഐസ് പാക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് വോക്കിൻ ഫ്രീസേഴ്സ്. ഇനി നമ്മൾ അടുത്തത് വോക്കിൻ ഫ്രീസേഴ്സ് ക്ലിയർ ആയോ? 16.52 അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16.52 എത്ര വരെയാണ് വരുന്നത്? 32 വരെയാണ് അതിൻ്റെത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അത് എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലും എല്ലാം അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് വെച്ചാൽ അതിനകത്ത് എന്താണ്? ബൾക്ക് സ്റ്റോറേജ് ആണ്. ഒരുപാട് എന്താണ്? ഓറൽ പോളിയോ വാക്സിനും അതിനകത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഡീപ് ഫ്രീസേഴ്സ്. ഡീപ് ഫ്രീസർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് എന്താണ്? 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡീപ് ഫ്രീസർ എന്ന് പറയുന്നത്. എന്താണ്? 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡീപ് ഫ്രീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് എ ടോപ്പ് ഓപ്പണിംഗ് ലിഡ് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് കോൾഡ് എയർ ഡ്യൂറിങ് ഓപ്പണിംഗ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഒരു ടോപ്പ് ഓപ്പണിംഗ് ലിഡ് ഉണ്ട് ടു പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് കോൾഡ് എയർ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? ഒരു ടോപ്പ് ഓപ്പണിംഗ് കാണും. ഇങ്ങനെ തുറക്കത്തില്ലേ? അത് എന്തുകൊണ്ടാണ്? കോൾഡ് എയർ ലോസ് ആവാതിരിക്കാൻ വേണ്ടി. മനസ്സിലായി? അതായത് നമ്മൾ ഈ ഓരോ കടകളിലൊക്കെ ചെന്നാലേ, ബേക്കറികളിലൊക്കെ ചെന്നാലേ ഐസ്ക്രീമുകൾ ഇരിക്കത്തില്ല, അതിങ്ങനെ നമ്മളിങ്ങനെ തുറന്നല്ലേ നോക്കുന്നത്. അത് എന്തുകൊണ്ട്? മേൽഭാഗമാണ് അതിൻ്റെ ഓപ്പണിങ് വരുന്നത് അല്ലേ? നമ്മളൊക്കെ ചെന്ന് ഐസ്ക്രീം ഏത് വേണം എന്നൊക്കെ ഇങ്ങനെ നോക്കത്തില്ലേ? കോൺ വേണോ, പിന്നെ എന്താ പറയുന്നത്, ബൗൾ വേണോ, പിന്നെ സിപ്പപ്പ് വേണോ, അതോ ചോക്കോ ബാർ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കത്തില്ല. അപ്പോൾ അതിനകത്ത് അത് നമ്മൾ എന്താ തുറന്നല്ലേ നോക്കുന്നത്? ഒന്നെങ്കിൽ പൊക്കി നോക്കും, അല്ലെങ്കിൽ എന്താണ് അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? അത് എന്തിനാണ് അങ്ങനെ ഒരു ഡോർ ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത്? എന്തിനാണ്? ആ ഒരു കോൾഡ് എയർ എന്താണ് ലോസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്? ഈ ഒരു ടോപ്പ് ഓപ്പണിംഗ് ലിഡ് കൊടുക്കുന്നത്. ഈ പാലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടില്ലേ കടകളിൽ? അതേപോലത്തെ സംഭവം. പിന്നെന്താണ്? ഇത് യൂസ്ഡ് ഇൻ ഓൾ ഡിസ്ട്രിക്ട് ലെവൽ. എല്ലാ ഡിസ്ട്രിക്ട് ലെവലിലും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡീപ് ഫ്രീസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡീപ് ഫ്രീസേഴ്സ് അതിൻ്റെ ടോപ്പ് ലിഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് കോൾഡ് എയർ. ആ ഒരു കോൾഡ് എയർ ലോസ് ചെയ്യുന്നത് കുറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, അങ്ങനൊരു ലോസ് അവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. പിന്നെന്താ? ഇറ്റ് ഓൾസോ യൂസ്ഡ് ടു മേക്ക് ഐസ് പാക്ക് ആൻഡ് ഫോർ സ്റ്റോറിങ് OPV ആൻഡ് മീസിൽസ് വാക്സിൻ. അപ്പം ഇതും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഐസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ OPV വാക്സിനും മീസിൽസ് വാക്സിനും സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആയോ? ഇനി അടുത്ത ഏതാ വരുന്നത്? ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ. ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാമേ. ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ ആർ കെപ്റ്റ് അറ്റ് PHC ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. അപ്പം PHCയിലും ഡിസ്ട്രിക്ട് ലെവലിലും എന്താണ് എന്തുവാണ് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് യൂസ് ചെയ്യുന്നത്? എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? PHCയിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെന്തോ പറയുന്നത്? ദ ക്യാബിനറ്റ് ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് 2 degree Celsius to +8 degree Celsius at the PHC level. The ILR are used for storing all UIP vaccines. അപ്പോൾ ഇതിനകത്ത് എന്തോ പറയുന്നത്? ഈ ILR എവിടെയൊക്കെയാണ് ഈ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞത്? PHCയിലും ഡിസ്ട്രിക്ട് ലെവലിലുമാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? +2 degree Celsius to +8 degree Celsius അറ്റ് ദ PHC ലെവൽ. എവിടെയാണ്? PHC ലെവലിൽ അതിൻ്റെ ഇതെന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? +2 degree Celsius to എന്താണ്? +8 degree Celsius. ILR are used for storing all UIP vaccine. ILR എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ്
ഓൾ UIP വാക്സിൻ. അപ്പം ഇതിനകത്ത് വരുന്ന എന്താണ്? യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിൻ എന്ന് പറയുന്നുണ്ട്. ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിൻ എന്ന് പറയുന്നത് 12 വാക്സിൻ ആണ് നമുക്ക് എന്താണ് മെയിനായിട്ടും എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ് മെയിനായിട്ട് എത്ര വാക്സിൻ ആണ് വരുന്നത്? 12 വാക്സിൻ. ഏതാണ്? UIPയിൽ എത്രയാണ് വരുന്നത്? 12 വാക്സിൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 വാക്സിൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് 9 വാക്സിൻ ഏതാണ്? നാഷണലിയും. ഇതിനകത്ത് 9 വാക്സിൻ എത്രയാണ്? നാഷണലി വെച്ചിട്ടുണ്ട്. അതുപോണക്ക് തന്നെ എന്താണ് എത്ര വാക്സിനാണ് ഇതിനകത്ത് വരുന്നത്? 3 വാക്സിൻ സബ് നാഷണലി ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 വാക്സിൻ എങ്ങനെയാണ്? സബ് നാഷണലിയാണ് ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിനകത്ത് 12 വാക്സിൻസ് വരും. അതിനകത്ത് 9 വാക്സിൻ നാഷണലിയും പിന്നെ എന്താണ് 3 വാക്സിൻ എന്ന് പറയുന്നത് എന്താണ് സബ് നാഷണലിയാണ് എന്താണ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് എന്താണ് മീസിൽസ്, മംസ്, റുബല്ല, പിന്നെ ചൈൽഡ്ഹുഡ് ട്യൂബർക്ലോസിസ്, പിന്നെ അത് കൂടാതെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് സിവിയർ ചൈൽഡ്ഹുഡ് ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെന്താണ് മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നത് ഈ പറയുന്ന നാഷണലിക്കകത്ത് വരുന്നത്. പിന്നെ സബ് നാഷണലി വരുന്നത് ഏതാണ്? റൊട്ടാ വൈറസ് വരുന്നുണ്ട്, ജാപ്പനീസ് എൻസഫലൈറ്റിസ് വരുന്നുണ്ട്, പിന്നെ ഏതാണ് ന്യൂമോകോക്കൽ ന്യൂമോണിയ. ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? സബ് നാഷണലി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വാക്സിൻസിനകത്ത് ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? അതായത് ഇതിനകത്ത് ഞാനത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ UIP പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ പറ്റി പഠിക്കുമ്പം അതിനകത്ത് കുറച്ചും കൂടി കാര്യങ്ങളായിട്ട് പഠിച്ചോളും. അപ്പം ഈ ഐസ് ലിങ്ക്ഡ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് PHCയിലും ഡിസ്ട്രിക്ട് ലെവലിലും നമ്മൾ വാക്സിൻസ് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് +2 ഡിഗ്രി സെൽഷ്യസ് ടു +8 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിനകത്തെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെന്തോ പറയുന്നത് ഈ ILR സ്റ്റോർ ചെയ്യുന്നത് എന്താണ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓൾ UIP വാക്സിൻസ്. ഈ ILR എന്തിനാണ്? എല്ലാ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിൻ. ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ 12 വാക്സിൻ ആണുള്ളത്. അതിൽ 9 വാക്സിൻ നാഷണലിയും 3 വാക്സിൻ സബ് നാഷണലിയാണ് നമ്മൾ വാക്സിൻസ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ എന്താ പറയുന്നത് ഈ 9 വാക്സിൻ എന്ന് പറയുന്നത് എന്താണ് മീസിൽസ്, മംസ്, റുബല്ല, പോളിയോ, പിന്നെ ചൈൽഡ്ഹുഡ് ട്യൂബർക്ലോസിസ്, അതെല്ലാം വരുന്നത് ഏതിനകത്താണ്? ഈ പറയുന്ന നാഷണലി ഇതായിട്ടുള്ള വാക്സിനകത്താണ്. പക്ഷേ സബ് നാഷണലി വരുമ്പം ഏതാണ് വരുന്നത്? ജാപ്പനീസ് എൻസഫലൈറ്റീസ് വരുന്നുണ്ട്, പിന്നെന്തുവാ ജാപ്പനീസ് എൻസഫലൈറ്റീസ് വരുന്നുണ്ട്, റൊട്ടാ വൈറസ് വരുന്നുണ്ട്, ന്യൂമോകോക്കൽ വാക്സിൻ വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ഈ UIPയുടെ ഷെഡ്യൂളിനകത്ത് വരുന്നത്. ഇനി എന്താണ്? ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ സോൺ ഇൻസൈഡ് ILR ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ILRനെ പിന്നെന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2 പാർട്ടായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? അപ്പർ പാർട്ടും ഉണ്ട്, ലോവർ പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് അപ്പർ പാർട്ട് എന്ന് പറയുന്നത് കൂളറാണ് ആൻഡ് സിറ്റുവേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ILRനകത്ത് ഏറ്റവും ബോട്ടത്തിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന അപ്പർ പാർട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർ പ്ലേസ് ടു സ്റ്റോറിങ് ഫ്രീ സെൻസിറ്റീവ് വാക്സിൻ. അപ്പം ഈ അപ്പർ പാർട്ടിൽ നമ്മൾ ഈ വാക്സിന് വെക്കുന്നത് അതുകൊണ്ട് അതെന്താണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേസ് ആണ്. എന്തിനു വേണ്ടി? ടു സ്റ്റോറിങ് ദ ഫ്രീ സെൻസിറ്റീവ് വാക്സിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ILRൻ്റെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ILRൻ്റെ കൂളറാണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബോട്ടം ഓഫ് ദ ILR ആണ്. അപ്പം ILRൻ്റെ അപ്പർ പാർട്ട് അതെവിടെയാണ്? കൂളറാണ്. അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ബോട്ടം ഓഫ് ദ ILRലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഫ്രീ സെൻസിറ്റീവ് വാക്സിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പർ പ്ലേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനെയാണ്.
ക്ലിയർ ആയോ? ഇനി എന്താ, ഓൾ വാക്സിൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ ബാസ്ക്കറ്റ്. എല്ലാ ഈ വാക്സിനുകളെല്ലാം എങ്ങനെയാണത് കെപ്റ്റ് ചെയ്ത് ഈ ILRൽ കെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാസ്ക്കറ്റിലാണ്. പിന്നെന്താണ്, വാക്സിൻസ് ലൈക്ക് OPV, BCG, measles and Japanese encephalitis can be kept at the bottom of the basket. അപ്പം അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ILRൻ്റെ ബോട്ടം പോർഷൻ ആണ്. അപ്പോൾ ഈ ബോട്ടം പോർഷനിൽ നമ്മൾ വെക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഓറൽ പോളിയോ വാക്സിൻ വെക്കുന്നുണ്ട്, BCG വെക്കുന്നുണ്ട്, മീസിൽസ് വെക്കുന്നുണ്ട്, ജാപ്പനീസ് എൻസഫലൈറ്റിസ് വെക്കുന്നുണ്ട്. ഇതെല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ബോട്ടം ഓഫ് ദ ബാസ്ക്കറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ ILRൽ നമ്മൾ വാക്സിൻസ് എല്ലാം കെപ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബാസ്ക്കറ്റിലാണ്. ഈ ബാസ്ക്കറ്റിൽ ഈ ILRൽ അപ്പർ പാർട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? ബോട്ടം ഓഫ് ദ ILRലാണ് നമ്മളത് കണക്കാക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ സെൻസിറ്റീവ്. നമുക്കത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീ സെൻസിറ്റീവ് വാക്സിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കണക്കാക്കുന്നത്. പിന്നെന്തോ പറയുന്നത്? ഓൾ വാക്സിൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ ബാസ്ക്കറ്റ്. ഈ വാക്സിൻസ് എല്ലാം എവിടെയാണ് വെക്കുന്നത്? ബാസ്ക്കറ്റിലാണ് കെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാ വാക്സിൻസും, അതായത് ഈ ILRൽ എന്താ വെക്കുന്ന, ബോട്ടം ഓഫ് ദ ബാസ്ക്കറ്റിൽ വെക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണ്? OPV, BCG, പിന്നെന്താണ്? മീസിൽസ്, ജാപ്പനീസ് എൻസഫലൈറ്റിസ്. ഇത്രയും വാക്സിനുകളാണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ബോട്ടം ഓഫ് ദ ബാസ്ക്കറ്റിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെന്താണ്? DPT, TT, ഹെപ്പറ്റൈറ്റിസ് B, പിന്നെന്താണ്? IPV and pentavalent vaccines and diluents are kept at the upper part of the basket. അപ്പം upper part of the basketൽ പിന്നെ നമ്മൾ എന്തെല്ലാം വെക്കും? DPT വെക്കും, ഹെപ്പറ്റൈറ്റിസ് വെക്കും, പിന്നെന്താ ഹെപ്പറ്റൈറ്റിസ് B വെക്കും, പിന്നെന്താ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ വെക്കും, പെൻറ്റാവാലൻ്റ് വാക്സിൻ വെക്കും. പെൻറ്റാവാലൻ്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ അത് കോമ്പിനേഷൻ ഓഫ് എന്താണ്? 5 വാക്സിൻ ആണ് എന്തെന്ന് പറയുന്നത്? പെൻറ്റാവാലൻ്റ് വാക്സിൻ എന്ന് പറയുന്നത്. പെൻറ്റാവാലൻ്റ് വാക്സിൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? കോമ്പിനേഷൻ ഓഫ് 5 വാക്സിൻ ആണ്. ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, പിന്നെ ഏതാണ് വരുന്നത്? ഹെപ്പറ്റൈറ്റിസ് B വരുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിബ് വരുന്നുണ്ട്. ഏതാണ് വരുന്നത്? ഹെപ്പറ്റൈറ്റിസ് B വരുന്നുണ്ട്. പിന്നെ ഹിബ് വാക്സിനും വരുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് എന്തെന്ന് പറയുന്നത്? പെൻറ്റാവാലൻ്റ് 5 വാക്സിൻസ്. ഇനി ഹെപ്പറ്റൈറ്റിസ് B, ഹിബ് എന്ന് പറയുന്നത് എന്താണ്? ഹീമോഫീലസ് H ഇൻഫ്ലുവൻസ വാക്സിൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ആണ്. എന്ത് കോസ് ചെയ്യുന്നത്? മെനിഞ്ചൈറ്റിസ് ഒക്കെ കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം കൂടിയാണ്. ഓർഗാനിസം കൂടിയെന്നല്ല, അതെന്ത് കോസ് ചെയ്യും? ഈ ഓർഗാനിസം മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ്? ഈ പറയുന്ന ഹിബ്. അപ്പം എന്താ, ഇതെല്ലാം എവിടെയാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്? അപ്പർ പാർട്ട് ഓഫ് ദ ബാസ്ക്കറ്റിലാണ് നമ്മൾ ഇതെല്ലാം. ഏത്? ഈ ILRൻ്റെ അപ്പർ പാർട്ട് ഓഫ് ദ ബാസ്ക്കറ്റിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ബോട്ടം ഓഫ് ദ ILR ആണ്. പിന്നെ വാക്സിൻസ് ഏതെല്ലാം ഈ ബോട്ടത്തിൽ വെക്കുന്നുണ്ട്? OPV വെക്കുന്നുണ്ട്, BCG വെക്കുന്നുണ്ട്, പിന്നെ DPT, TT, ഹെപ്പറ്റൈറ്റിസ് B, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, പെൻറ്റാവാലൻ്റ് വാക്സിൻ, ഡൈലുവൻസ്, ഇതെല്ലാം എവിടെയാണ്? അപ്പർ പാർട്ട് ഓഫ് ദ ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. പിന്നെന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദ ILR ഷുഡ് ബി റെക്കോർഡഡ് ട്വൈസ് എ ഡേ വിത്ത് ദ ഡയൽ തെർമോമീറ്റർ വിച്ച് ഷുഡ് ബി കെപ്റ്റ് ഇൻസൈഡ് ദ ILR ഈവൻ ഇഫ് ദർ ഈസ് ആൻ ഇൻബിൽട്ട് തെർമോമീറ്റർ. അപ്പം ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? 2 ദിവസം കൂടിയിരിക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? അത് റെക്കോർഡ് ചെയ്യുകയും വേണം. അത് എന്തിൻ്റെ ഇതിലാണ്? ഡയൽ തെർമോമീറ്ററിലാണ്. അത് എവിടെ കാണും? ഇൻസൈഡ് തന്നെ കാണുകയും ചെയ്യും. ക്ലിയർ ആയോ? ഇനി ചില എന്താ പറയുന്നത്, ചില ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഡൂസ് ആൻഡ് ഡോൺസ് ഫോർ ദ യൂസ് ഓഫ് ILR ഉണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഡൂസ് എന്ന് നോക്കാം. എന്താണ്? കീപ് ദ എക്യുപ്മെൻറ്റ് ഇൻ കോൾഡ് റൂം എവേ ഫ്രം ദ സൺലൈറ്റ്. ഇതെന്ത് ചെയ്യണം? സൺലൈറ്റിൽ നിന്നും എന്ത് ചെയ്തിരിക്കണം? എവേ ആയിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 10 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ വാൾ. സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും എവേ ആയിരിക്കണം. അതുപോലെ തന്നെ വോളിൽ നിന്നും എത്ര ആയിരിക്കണം? 10 സെൻറ്റിമീറ്റർ എവേ ആയിരിക്കണം. മനസ്സിലായോ?
പിന്നെന്താ പറഞ്ഞത്, ദ വാക്സിൻസ് ഷുഡ് ബി കെപ്റ്റ് ഇൻസൈഡ് ദ ILR നീറ്റ്ലി വിത്ത് ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ എയർ സർക്കുലേഷൻ. അപ്പം ഈ എന്താ പറയുന്നത് വാക്സിൻ നമ്മൾ ഈ ILRൽ പ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതെന്ന് പറയുന്നത് എന്തായിരിക്കണം, കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് ഇട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ വാക്സിനും എന്ത് ചെയ്യാൻ സ്പേസ് വെക്കാൻ വേണ്ടി. കാരണം എന്നെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ അവിടെ നടക്കത്തുള്ളൂ. പിന്നെന്താ പറയുന്നത്, ദ ILR ഷുഡ് ബി കെപ്റ്റ് ലോക്ക്ഡ് ആൻഡ് ഓപ്പൺ ഒൺലി വെൻ നെസസറി. അത് എപ്പോഴായിരിക്കണം, അത് ഫുൾ ടൈം അത് എന്ത് ചെയ്തിരിക്കണം, ലോക്ക് ചെയ്തിരിക്കണം. അൺനെസസറി ഓപ്പണിങ് എന്തിന് കാരണമാകും, അവിടെയുള്ള ആ ഒരു കോൾഡ് എന്താ പറയുന്നത് പോകാൻ വേണ്ടിയുള്ള ചാൻസ് കൂടും. അപ്പം ആവശ്യത്തിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴാണോ ആവശ്യം അപ്പം മാത്രമേ എന്ത് ചെയ്യാവൂ, അത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ്, അതായത് ഓപ്പൺ ചെയ്ത് വെക്കാവൂ. അത് ചെയ്ത ഉടനെ തന്നെ അത് എന്ത് ചെയ്യുകയും വേണം, ക്ലോസ് ചെയ്യുകയും വേണം. ക്ലിയർ ആയോ? അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഡൂസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡോൺസ്, എന്തൊക്കെയാണ് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡു നോട്ട് കെപ്റ്റ് എനി ഒബ്ജക്റ്റ് ഓൺ ദ ഫ്രീസർ ഓർ ഡീപ് ഫ്രീസർ ഓർ ILR. ഒരു സാധനങ്ങൾ, ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും എന്ത് ചെയ്യരുത്, അതിനകത്ത് വെക്കരുത്. ഇപ്പം വേറെ ഡ്രഗ്സ്, പിന്നെ കുടിക്കാനുള്ള വെള്ളം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വാക്സിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന ഡീപ് ഫ്രീസറിനകത്തോ ILRനകത്തോ നമ്മൾ എന്ത് ചെയ്യരുത്, പ്ലേസ് ചെയ്യരുത്. പിന്നെന്തുവാ, അപ്പോൾ എന്താണ്, ഡു നോട്ട് കെപ്റ്റ് എനി ഒബ്ജക്റ്റ് ഓൺ ദ ഡീപ് ഫ്രീസർ ഓർ ILR, നെവർ സ്റ്റോർ എനി അതർ ഡ്രഗ്സ്, ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് ഓർ ഡേറ്റ് എക്സ്പയർഡ് വാക്സിൻസ് ഓർ more than 1 month requirement at the PHC level and do not open these equipments unless orders. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കണക്ക് 1 month കൂടുതലായിട്ടുള്ള വാക്സിനുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു എന്താ പറയുന്നത്, അതൊന്നും എന്ത് ചെയ്യരുത്, ഓപ്പൺ ചെയ്ത് അതിനകത്ത് വെക്കുകയോ ഒന്നും ചെയ്യരുത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വാക്സിൻസോ ഒന്നും എന്ത് ചെയ്യരുത്, അതിനകത്ത് ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്താണ്, വാക്സിൻ കാരിയർ. വാക്സിൻ കാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ സ്യൂട്ടബിൾ ടു ക്യാരി സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാക്സിൻസ് ടു ഹെൽത്ത് സബ് സെൻറ്റർ, വില്ലേജസ് ആൻഡ് സ്മോൾ ടൗൺ, ദാറ്റ് ഈസ് 16 to 20 vials at a ടൈം. ഇപ്പം വാക്സിൻ ഇതൊക്കെ കൊണ്ടാണ് പണ്ട് നമ്മൾ എന്താ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം പോളിയോ വരുന്ന സമയത്ത് നമ്മളൊരു ബാഗൊക്കെ തോളിൽ കെട്ടിക്കൊണ്ട് ഇട്ടുകൊണ്ട് പോകത്തില്ലേ. അപ്പം എന്താണ്, സ്മോൾ വില്ലേജസിൽ, ടൗണിൽ, പിന്നെന്താണ് സബ് സെൻറ്റർ ലെവലിൽ, അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ വാക്സിൻ കാരിയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എത്രയാണ്, 16 to 20 vials ആണ് ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ബാഗിനകത്ത്. പിന്നെന്തോ പറയുന്നത്, എ സ്മോൾ സ്ക്വയർ ബോക്സ് മേഡ് അപ്പ് ഓഫ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ആൻഡ് ലൈറ്റ് ഇൻ വെയ്റ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതെന്താണ്, ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും അല്ലേ. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ആണ്. പിന്നെന്താ, 4 packs ഓഫ് ഐസ് ആർ കെപ്റ്റ് ഇൻ ദീസ് എലോങ് ഓർ ഫോർ സൈഡ്സ്. ഇപ്പോൾ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇവിടെ ഒരു ഇതിൽ കാണും, ഇവിടെ ഇത് കാണും, ഇവിടെയും കാണും, ഇവിടെയും കാണും, എന്ത് കാണും, കോൾഡ് പാക്കുകൾ കാണും. മനസ്സിലായോ? അപ്പം അതെന്ത് ചെയ്യും, ഈ 4 സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, വെച്ചിട്ടാണ് അതിൻ്റെ മണ്ടയിലോട്ട് ഈ വാക്സിനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെന്താണ്, വാക്സിൻസ് ക്യാൻ കെപ്റ്റ് അപ് ടു 2 to 3 days. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ വാക്സിൻ എത്ര നാൾ വരെ വെക്കാം, 2 to 3 days വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാക്സിൻസ് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്, കോൾഡ് ബോക്സസ്. കോൾഡ് ബോക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, This can transport large quantities of vaccines by vehicle to outreach site or peripheral centers. നമുക്ക് എന്താണ് പറയുന്നത്, പെരിഫറൽ സെൻറ്ററുകളിൽ നമുക്ക് എന്ത് ചെയ്യാനാണ്, വാക്സിനുകളെ നമുക്ക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോൾഡ് ബോക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ കോൾഡ് ബോക്സ്, ബിഫോർ വാക്സിൻസ് ആർ പ്ലേസ്ഡ് ഇൻ ദ കോൾഡ് ബോക്സ്, ഫുള്ളി ഐസ് പാക്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ആൻഡ് ദ സൈഡ്സ്. നമ്മൾ വാക്സിൻ ഇതിനകത്ത് വെക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്ത് ചെയ്യണം, മൊത്തവും ഐസ് പാക്കുകളും അതിനകത്ത് വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, സൈഡിലും എല്ലാം നിറച്ച് ഐസ് പാക്ക് ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഇതിനകത്ത് വാക്സിനുകൾ നമ്മൾ പ്ലേസ് ചെയ്യാവൂ. പിന്നെന്താ, A fully frozen ice packs are used in the lining of the sides. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 4 സൈഡിലും അത് വേണം എന്നാണ് പറയുന്നത്. ബോത്ത്
ബോത്ത് സൈസസ് ആർ 5 liters ആൻഡ് 20 liters. അപ്പം ബോക്സ് സൈസസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? അത് 5 ലിറ്ററിൻ്റെ ആയിരിക്കും. പിന്നെ എന്താണ് 20 ലിറ്റേഴ്സിൻ്റെയും ആയിരിക്കും. ഇറ്റ് ക്യാൻ പ്രിസർവ് വാക്സിൻ അപ് ടു 1 week വിത്തൗട്ട് എനി പവർ സപ്ലൈ. മറ്റേതിനകത്ത് എത്ര ആയിരുന്നു? 2 to 3 days പറ്റത്തുള്ളായിരുന്നു വാക്സിൻ കാരിയറിൽ. ഇതിനകത്ത് എന്താണ് ഈ കോൾഡ് ബോക്സ്, അത് പെരിഫറൽ ലെവലിൽ നമുക്ക് കൊണ്ടുപോയത് 1 week വരെ അതിനകത്ത് എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് നമുക്ക് വാക്സിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താണ് the vials of DT, TT vaccine should not be placed. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? DTയും TT വാക്സിനും ഒന്നും നമ്മൾ എന്താ ടെറ്റനസ് വാക്സിനോ അല്ലെങ്കിൽ ഡിഫ്തീരിയ, ടെറ്റനസ് അങ്ങനെയൊക്കെയുള്ള വാക്സിനുകളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇതിനകത്ത് പ്ലേസ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഇത് പ്ലേസ് ചെയ്യാത്തത്? അതിൻ്റെ ആ ഒരു പൊട്ടൻസി എന്ത് ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ടാണ്. അതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കോൾഡ് സെൻസിറ്റീവാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? കോൾഡ് സെൻസിറ്റീവ് വാക്സിനുകൾ ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ വയൽസ് ഓഫ് DT ആൻഡ് TT വാക്സിൻ ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ്. അപ്പം അത് എന്ത് ചെയ്യത്തില്ല? അത് പ്ലേസ് ചെയ്യത്തില്ല. അത് എന്തുകൊണ്ടാണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഹീറ്റായിട്ടുള്ള വാക്സിനുകളാണ് അല്ലേ? അപ്പം ഇത് നമ്മൾ അങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ അതെന്താണ്? അത് ഭയങ്കര കോൾഡ് സെൻസിറ്റീവായിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു പൊട്ടൻസി എന്ത് ചെയ്യും? നശിച്ച് പോകും. മനസ്സിലായോ? പിന്നെന്തുവാ പറയുന്നത്? ഇനി ഡേ കാരിയർ ഉണ്ട്. ഡേ കാരിയർ എന്ന് പറഞ്ഞാൽ ദീസ് എക്യുപ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു കീപ് ദ വാക്സിൻസ് ഫോർ എ ഡേ. നമ്മൾ ഈ പറയുന്ന ഇതാണ് എന്താ കൂടുതലും നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ? ഒരു ദിവസമൊക്കെ നമ്മളിത് ചുമന്നുകൊണ്ട് നമ്മൾ നടക്കത്തില്ല. ദ കപ്പാസിറ്റി ടു ഹോൾഡ് എന്ന് പറയുന്നത് 6 to 8 vials for 12 hours അല്ലേ? 6 to 8 vials for 12 hours ആണ് എന്തെന്ന് പറയുന്നത്? ഡേ കാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ടു ഫുള്ളി ഫ്രോസൺ പാക്സ് ആർ അതിനകത്ത് എന്താണ്? 2 fully frozen ഐസ് പാക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ? ദീസ് ഇൻക്ലൂഡ് ബോക്സസ് ഓഫ് തെർമോകോൾ ആൻഡ് തെർമോസ് ഫ്ലാസ്ക് കണ്ടെയ്നിങ് 2 ഐസ് പാക്സ്. അതെന്ന് പറയുന്നത് അതിനകത്ത് ഈ 2 ഫുള്ളി പാക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതെന്താണെന്നുള്ളതാണ് പറയുന്നത്. തെർമോകോളും തെർമോ ഫ്ലാസ്കുകളുമാണ് അതിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന 2 ഐസ് പാക്കുകളെന്ന് പറയുന്നത്. ഇനി എന്തുവാ? കോൾഡ് പാക്ക്. ഇതറിയാമല്ലോ. എന്താ ഇതെന്ന് പറഞ്ഞാൽ? എന്താ? ഫ്ലാറ്റ് ബോട്ടിൽസ് ഓഫ് പ്ലാസ്റ്റിക് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. നോ salt should be added in the water. അപ്പോൾ എന്താണ്? These are used in the vaccine carriers after freezing with water. പിന്നെ എന്തോ പറയുന്നത്? അപ്പം ഇതിനകത്തെന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഇതിനകത്ത് വാട്ടർ വെച്ചിട്ടായിരിക്കും അല്ലേ ഈ ഒരു പാക്ക് ഇതിനകത്ത് മൊത്തം. അതിനകത്ത് എന്ത് കാണത്തില്ല? എന്താ പറയുന്നത്? ഉപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പം ഇതിനകത്ത് ദീസ് ആർ യൂസ്ഡ് ഇൻ ദ വാക്സിൻ കാരിയേഴ്സ് ആഫ്റ്റർ ഫ്രീസിങ് വിത്ത് വാട്ടർ. പിന്നെ മെത്തേഡ് ഓഫ് കൺട്രോളിങ് കോൾഡ് ചെയിൻ എന്തൊക്കെ മെത്തേഡുകളാണ് ഇനി ഇതിനുള്ളത്? കീപ് ദ വാക്സിൻ ഇൻ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ ആസ് സജസ്റ്റഡ് ബൈ മാനുഫാക്ചേഴ്സ്. മാനുഫാക്ചേഴ്സ് എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ തന്നെ വാക്സിൻ എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് കണ്ടീഷനിൽ എന്ത് ചെയ്യുക? വെക്കുക. പിന്നെന്താ? ഫോളോ ഓൾ പ്രിക്വേഷൻസ് ഫോർ വൈൽ ട്രാൻസ്പോർട്ടിങ് ദ വാക്സിൻ. പ്രിക്വേഷൻ ഒന്നും സൺലൈറ്റിലൊന്നും എന്താ പറയുന്നത് പെടാതെ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് പ്രോപ്പർ ടെമ്പറേച്ചറിൽ അതിനെ എന്ത് ചെയ്യുക? കൊണ്ടുപോവുക. പിന്നെന്തുവാ? റെക്കോർഡ് ദ ടെമ്പറേച്ചർ ഓഫ് സ്റ്റോറേജ് പ്ലേസ് ട്വൈസ് എ ഡേ ആൻഡ് പ്രിപ്പയറിംഗ് ദ ടെമ്പറേച്ചർ ചാർട്ട്. ടെമ്പറേച്ചർ ചാർട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. സ്റ്റോറേജ് പ്ലേസിലുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ നോക്കി തന്നെ വെക്കണം. അത് പ്രോപ്പറായിട്ടൊരു ടെമ്പറേച്ചർ ചാർട്ട് തന്നെ എന്ത് ചെയ്യണം? അതിന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്തുവാ? Maintain the equipment of cold chain and appropriate functioning of its component in conducting potency test from time to time. അതായത് കോൾഡ് ചെയിൻ അപ്രോപ്രിയേറ്റ് ഫങ്ഷൻ ആണോ? അതിൻ്റെ കമ്പോണൻസ് എല്ലാം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ പൊട്ടൻസി ടൈമും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കണ്ടക്റ്റിംഗ് പൊട്ടൻസി ടെസ്റ്റും എല്ലാം ടൈമിൽ അതായത് ആ ഒരു വാക്സിൻ അതിൻ്റെ പൊട്ടൻസി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? അത് ഓരോ ടൈമിലും അതിൻ്റെ കറക്റ്റ് ടൈമിൽ അത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെന്താണ്? കീപ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഫക്റ്റീവ് ആൻഡ് ലേറ്റസ്റ്റ്. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണ്? എഫക്റ്റീവായിട്ട് എന്താണ്? നല്ല രീതിയിൽ അതെന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും അതെല്ലാം എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിൻ്റെ എഫക്റ്റീവ് വേയിൽ ലേറ്റസ്റ്റ് വേയിൽ. ക്ലിയർ ആയോ?
പിന്നെന്താ, ട്രെയിൻ ഓൾ ദ പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് വാക്സിനേഷൻ അബൌട്ട് ദ മെയിൻ്റനൻസ് ആൻഡ് കൺട്രോൾ ഓഫ് കോൾഡ് ചെയിൻ. നമ്മൾ എന്താ പറയുന്നത്, എല്ലാ സ്റ്റാഫുമാരെയും ഈ കോൾഡ് ചെയിനെ പറ്റിയും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസിനെ പറ്റിയും പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ്റെ കാര്യങ്ങളെ പറ്റിയും കൺട്രോളിനെ പറ്റിയും എല്ലാം എന്ത് ചെയ്തിരിക്കണം, നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വാക്സിൻ വയൽ മോണിറ്റർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, വാക്സിൻ വയൽ മോണിറ്റർ ഈസ് എ ലേബൽ കണ്ടെയ്നിങ് ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ എ വാക്സിൻ വയൽ ടു രജിസ്റ്റർ ക്യുമുലേറ്റീവ് ഹീറ്റ് എക്സ്പോഷർ ഓവർ ടൈം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ വാക്സിന് മുകളിൽ എന്ത് ചെയ്തിരിക്കും, പ്ലേസ് ചെയ്തിരിക്കും. അതെന്ത് ചെയ്യും, ഈ വയൽ ടു രജിസ്റ്റർ ക്യുമുലേറ്റീവ് നമുക്ക് രജിസ്റ്റർ എന്താണ്, അത് കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കും. അതിനകത്തെ ഹീറ്റ് എക്സ്പോഷർ എത്ര സമയം എടുത്താലും അതിനകത്തെ ആ ഒരു ഹീറ്റ് എക്സ്പോഷർ എത്ര മാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആ രീതിയിലാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ലേബല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് റീഡിംഗ് ഓഫ് ദ സ്റ്റേജ് ഓഫ് ദ വാക്സിൻ വയൽ മോണിറ്റർ എന്ന് പറയുന്നത് സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ്, ദ ഇന്നർ സ്ക്വയർ ഈസ് ലൈറ്റർ ദാൻ ഔട്ടർ സർക്കിൾ ഇഫ് ദ എക്സ്പയറി ഡേറ്റ് ഹാസ് നോട്ട് ബീൻ പാസ്ഡ് യൂസ് ദ വാക്സിൻ. അതായത് ഇന്നർ സ്ക്വയർ എന്തായിരിക്കണം, ലൈറ്റർ ആയിരിക്കണം. ഏതിനെക്കാട്ടിലും, ഔട്ടർ സർക്കിളിനെ കാട്ടിലും. ഇതെല്ലാം നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നർ സ്ക്വയർ എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, ലൈറ്റർ ആയിരിക്കണം. എവിടുത്തതിനെക്കാട്ടിലും, ഔട്ടർ സർക്കിളിനെക്കാട്ടിലും എന്താണ്, ഇന്നർ സ്ക്വയർ എന്തായിരിക്കണം, ലൈറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും പോകാൻ പാടില്ല. അങ്ങനെയുള്ള വാക്സിനുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സ്റ്റേജ് 1. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്, ഇന്നർ സ്ക്വയർ ഈസ് സ്റ്റിൽ ലൈറ്റർ ദാൻ ഔട്ടർ സ്ക്വയർ. അത് ഇപ്പോഴും ലൈറ്റർ ആണ്, പിന്നെയും അത് ലൈറ്റർ ആണ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നർ സ്ക്വയർ ലൈറ്റർ ദാൻ ദ ഔട്ടർ സർക്കിൾ. ഇന്നർ സ്ക്വയർ ഔട്ടർ സർക്കിളിനെക്കാട്ടിലും ലൈറ്റർ ആണെങ്കിലും എക്സ്പയറി ഡേറ്റ് പോയിട്ടില്ലെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നർ സ്ക്വയർ പിന്നെന്താണ് പറയുന്നത്, ഇന്നർ സ്ക്വയർ ഈസ് സ്റ്റിൽ ലൈറ്റർ, ഇപ്പോഴും അതെന്താണ്, ലൈറ്റർ ആണ്, ഔട്ടർ സർക്കിളിനെക്കാട്ടിൽ ലൈറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, എക്സ്പയറി ഡേറ്റ് ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വാക്സിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് എപ്പോഴാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, ദ കളർ ഓഫ് ദ ഇന്നർ സ്ക്വയർ എന്താണ്, മാച്ചസ് ദാറ്റ് ഓഫ് ദ ഔട്ടർ സർക്കിൾ. The color of the inner square matches the outer circle. That of outer circle do not use the vaccine. ഇന്നർ സ്ക്വയറിൻ്റെ കളറും ഔട്ടർ സർക്കിളിൻ്റെ എന്താ പറയുന്നത് കളറും എന്ത് ചെയ്യുകയാണെങ്കിൽ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ വാക്സിൻ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. അത് കേടായിട്ടുള്ള വാക്സിനുകൾ ആണ്. ബിയോണ്ട് ദ ഡിസ്കാർഡ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, അതെന്ന് പറയുന്നത് സ്റ്റേജ് 4 ആണ്. അതിനകത്ത് എന്താ പറയുന്നത്, ദ കളർ ഓഫ് ദ ഇന്നർ സ്ക്വയർ ഈസ് ഡാർക്കർ ദാൻ ദ ഔട്ടർ സർക്കിൾ ഡു നോട്ട് യൂസ് ദ. ഇതിവിടെ അപ്പോൾ എന്ത് പറ്റും, കുറച്ചും കൂടി ഡാർക്കർ ആവുകയാണ് അല്ലേ. എന്താണ്, ദ കളർ ഓഫ് ദ ഇന്നർ സ്ക്വയർ ഈസ് ഡാർക്കർ ദാൻ ദ ഔട്ടർ സർക്കിൾ ഡു നോട്ട് യൂസ് ദ വാക്സിൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യരുത്, ആ വാക്സിൻ നമ്മൾ യൂസ് ചെയ്യരുത്. The vaccine vial monitor does not directly measure the vaccine potency but gives information about the main factor that affect the potency, that is heat exposure over a period of time. അപ്പം ഈ വാക്സിൻ വയൽ മോണിറ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പറയുന്നത്, അത് ഒരിക്കലും എന്താണ്, അത് വാക്സിൻ്റെ പൊട്ടൻസി എന്താ പറയുന്നത് മെഷർ ചെയ്യത്തില്ല. പകരം അത് ഈ വാക്സിന് എത്ര നാളുകൊണ്ട് ദാറ്റ് ഈസ് എക്സ്പോഷർ ഓവർ എ പീരീഡ് ഓഫ് ടൈം, അതിൻ്റെ ആ ഒരു പീരീഡ് ഓഫ് എക്സ്പോഷർ, അതുമായിട്ട് ആ ഒരു ഹീറ്റ് എക്സ്പോഷർ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, ഈ വാക്സിൻ വയൽ മോണിറ്റർ ഉപയോഗിക്കുന്നത്. ഡസ് നോട്ട് ഡയറക്ട്ലി മെഷർ എന്താണ്, വാക്സിൻ പൊട്ടൻസി. പിന്നെ എന്താണ് അത് തരുന്നത്, ബട്ട് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെയിൻ ഫാക്ടർ ദാറ്റ് അഫക്റ്റ് ദ പൊട്ടൻസി, ദാറ്റ് ഈസ് എന്താണ്, ഹീറ്റ് എക്സ്പോഷർ ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമുക്ക് എത്ര അതിൻ്റെ ആ ഒരു ഹീറ്റ് എക്സ്പോഷറിൻ്റെ ആ ഒരു പീരീഡ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, വാക്സിൻ വയൽ മോണിറ്റർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ?
ഇനി യൂസബിൾ ആൻഡ് അൺയൂസബിൾ സ്റ്റേജസ് ഓഫ് വാക്സിൻ വയൽ മോണിറ്റർ. അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് എന്താണ്? റീഡിംഗ് ഓഫ് ദ സ്റ്റേജ് ഓഫ് വാക്സിൻ വയൽ മോണിറ്റർ. ഇന്നർ സ്ക്വയർ ലൈറ്റർ ദാൻ ദ ഔട്ടർ സർക്കിൾ. എക്സ്പയറി ഡേറ്റ് ദാറ്റ് നോട്ട് പാസ്ഡ് ദ യൂസ് ദ വാക്സിൻ. എന്താണ്? ഇന്നർ സ്ക്വയർ ഈസ് ലൈറ്റർ ദാൻ ദ ഔട്ടർ സ്ക്വയർ ഇഫ് ദ എക്സ്പയറി ഡേറ്റ് ഹാസ് നോട്ട് ബീൻ പാസ്ഡ്. പിന്നെ ഡിസ്കാർഡ് പോയിന്റിൽ ഏതാണ് വരുന്നത്? ദ കളർ ഓഫ് ദ ഇന്നർ സ്ക്വയർ മാച്ചസ് ദാറ്റ് ഓഫ് ദ ഔട്ടർ സർക്കിൾ ഡു നോട്ട് യൂസ് ദ എന്താണ്? വാക്സിൻ. ഇപ്പോൾ ഡിസ്കാർഡ് പോയിന്റിൽ എന്താണ് വരുന്നത്? ഇന്നർ സ്ക്വയർ മാച്ചസ് ദാറ്റ് ഓഫ് ദ ഔട്ടർ സർക്കിൾ. അത് എന്താ? ഇന്നർ സ്ക്വയറിൻ്റെ കളറും ഔട്ടർ സ്ക്വയറിൻ്റെ കളറും തമ്മിൽ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഇന്നർ സ്ക്വയർ ഡാർക്കർ ആവുകയാണെങ്കിലും ഏതിനെക്കാട്ടിലും ഔട്ടർ സർക്കിളിനെക്കാട്ടിലും ഡാർക്കർ ആവുകയാണെങ്കിലും അത് എന്ത് ചെയ്യരുത്? ആ വാക്സിനെ എന്ത് ചെയ്തിരിക്കണം? ഡിസ്കാർഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത് ഇവിടെ? ഇന്നർ സ്ക്വയർ ഈസ് ലൈറ്റർ. ഈ ഒരു ഇന്നർ സ്ക്വയർ എന്ന് പറയുന്നത് ഔട്ടർ സർക്കിളിനെക്കാട്ടിലും ലൈറ്റർ ആയിരിക്കണം. എക്സ്പയറി ഡേറ്റും പാസ്സായിട്ടുണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തോ പറയുന്നത്? ഇന്നർ സ്ക്വയർ എന്തായിരിക്കും? മാച്ച് ആയിരിക്കും ദാറ്റ് ഓഫ് ദ ഔട്ടർ സർക്കിൾ. ഇതും എന്താണ്? ഇതുമായിട്ട് എന്ത് ചെയ്യും? അതിനൊരു മാച്ചിങ് കാണും. അങ്ങനെയുള്ളതും എന്ത് ചെയ്യരുത്? യൂസ് ചെയ്യരുത്. ക്ലിയർ ആയോ? ഇതുവരെ ഉള്ളത് ക്ലിയർ ആയോ? കോൾഡ് ചെയിന്, എക്യുപ്മെന്റ്സ്, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. ആദ്യത്തെ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് കോൾഡ് ചെയിൻ? കോൾഡ് ചെയിനെ പറ്റി ബെസ്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ റെഫ്രിജറേഷൻ മെത്തേഡ് ഫോർ ഫുഡ്. ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് സിസ്റ്റം ഫോർ ഫ്രോസൺ ഫുഡ്. ഓപ്ഷൻ സി എ സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻ അറ്റ് ലോ ടെമ്പറേച്ചർ. ഓപ്ഷൻ ഡി മെത്തേഡ് ഫോർ എയർ കണ്ടീഷനിങ് ഇൻ ഹോസ്പിറ്റൽ. എന്താണ് കോൾഡ് ചെയിനെ പറ്റി കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത്? നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓപ്ഷൻ സി എ സിസ്റ്റം ഫോർ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻ അറ്റ് ലോ ടെമ്പറേച്ചർ. അതിൻ്റെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതും വാക്സിൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ? Who coined the term supply chain management? Peter Drucker, Keith Oliver, Edward Deming, ഹെൻറി ഫോർഡ്. ആരാണ്? നമ്മൾ പറഞ്ഞു അല്ലേ? കെയ്ത്ത് ഒലീവർ ആണ് എന്തെന്ന് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് കോയിൻ ചെയ്ത് അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഏതാ? വൈ ഈസ് ദ കോൾഡ് ചെയിൻ സിസ്റ്റം നെസസറി? എന്തുകൊണ്ടാണ് കോൾഡ് ചെയിൻ നെസസറി? ഫുഡ് പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യാനാണോ? കെമിക്കൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സേഫ്റ്റിക്ക് വേണ്ടിയാണോ? ടു പ്രിവെൻറ്റ് വാക്സിൻ ഫെയിലിയർ ഡ്യൂ ടു ഇംപ്രോപ്പർ സ്റ്റോറേജ്. ടു മെയിൻറ്റെയിൻ എയർ പ്രഷർ ഇൻ വാക്സിൻ വയൽ. കോൾഡ് ചെയിൻ സിസ്റ്റം നെസസറി ആകുന്നത് എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് വാക്സിൻ ഫെയിൽ ഡ്യൂ ടു ഇംപ്രോപ്പർ സ്റ്റോറേജ്. വാട്ട് ഈസ് ദ WHO റെക്കമെൻഡഡ് റീസൺ ഫോർ മെയിൻറ്റെയിനിങ് കോൾഡ് ചെയിൻ വാക്സിൻ? ഓപ്ഷൻ എ ടു റെഡ്യൂസ് വെയ്റ്റ്. ഓപ്ഷൻ ബി ടു കീപ് ദ വാക്സിൻ ടേസ്റ്റി. ഓപ്ഷൻ സി പ്രിസർവ് വാക്സിൻസ് പൊട്ടൻസി. ഓപ്ഷൻ ഡി ടു റെഡ്യൂസ് ലൈറ്റ് എക്സ്പോഷർ. എന്താണ് WHO റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന റീസൺ? കോൾഡ് ചെയിൻ വാക്സിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് പറഞ്ഞിരിക്കുന്ന റീസൺ എന്താണെന്നാണ് പറയുന്നത്. എന്താണ്? ടു പ്രിസർവ് വാക്സിൻ പൊട്ടൻസി അല്ലേ? നമ്മൾ ഈ ഒരു മെയിനായിട്ട് നമ്മൾ ആ ഒരു WHO റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? വാക്സിൻ്റെ പൊട്ടൻസി എന്ത് ചെയ്തിരിക്കണം? പ്രിസർവ് ചെയ്യണം. എങ്ങനെയാണ്? അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ? വാക്സിൻ്റെ പൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേറ്റഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോൾഡ് ചെയിൻ? ഇതെന്ന് പറയുന്നത് നോട്ട് എ സ്റ്റേറ്റഡ് ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. എന്താണ്? വാക്സിൻ ഈ പൊട്ടൻസി മെയിൻറ്റെയിൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം സൺലൈറ്റ്, ഇൻക്രീസിങ് വാക്സിൻ ഡോസേജ്, സ്റ്റോറിങ്, ട്രാൻസ്പോർട്ടിങ് ആൻഡ് വാക്സിൻസ്. ഏതാണ്? ഇത് തന്നെയാണ് അല്ലേ? ഓപ്ഷൻ സി ആണ്, ഇൻക്രീസിങ് വാക്സിൻ ഡോസേജ് അല്ലേ?
what ensures the continuous vaccine supply? എന്താണ് കണ്ടിന്യൂസ് വാക്സിൻ സപ്ലൈ കൊണ്ട് നമുക്ക് ഉള്ള ആ ഒരു എൻഷുർ ചെയ്യുന്ന കാര്യം എന്താണ് ഓപ്ഷൻ എ റാൻഡം പർച്ചേസിംഗ്, ഓപ്ഷൻ ബി ഇഗ്നോറിംഗ് എക്സ്പയറി ഡേറ്റ്, ഓപ്ഷൻ സി പ്രോപ്പർ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ്, ഓപ്ഷൻ ഡി സ്റ്റോറിംഗ് ഇൻ ഓപ്പൺ സ്പേസസ്. ഏതാണ് പ്രോപ്പർ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ്? കണ്ടിന്യൂസ് വാക്സിൻ സപ്ലൈ എന്ന് പറയുന്നത് തന്നെ എന്താണ്, പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് വാക്സിൻ സപ്ലൈ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ, വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദ 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ സക്സസ്ഫുൾ കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ട്? നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ടിൻ്റെ ഉള്ള 3 ഇതെന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു, പേഴ്സണൽ ഉണ്ടായിരുന്നു അല്ലേ, എക്യുപ്മെൻ്റ് ഉണ്ട്, പിന്നെന്താണ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തിനു വേണ്ടുന്നത്, കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ടിന് വേണ്ടുന്നത്. ഇതിൽ പെടാത്തത് ഏതാണ് വരുന്നത്, ഇലക്ട്രിസിറ്റി സപ്ലൈ അല്ലേ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്, ഇലക്ട്രിസിറ്റി സപ്ലൈ ആണ് വരുന്നത്. ഇനി അടുത്ത എന്താ, വിച്ച് വാക്സിൻ ഈസ് മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ്? നമ്മൾ പറഞ്ഞായിരുന്നു ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ആയിട്ടുള്ള ഇത് ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്, TT ആണോ, ഹെപ്പറ്റൈറ്റിസ് ബി ആണോ, പോളിയോ ആണോ, BCG ആണോ? ഏതാണ്, പോളിയോ വാക്സിൻ ആണ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിനുകളെന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഏതാണ്, വിച്ച് വാക്സിൻ ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ഫ്രീസർ? ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാത്ത വാക്സിൻ, മീസിൽസ് ആൻഡ് OPV, പോളിയോ ആൻഡ് BCG, TPD, DT, TT ആൻഡ് BCG, പിന്നെന്താണ്, OPV ആൻഡ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ഫ്രീസർ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാത്തത് ഏതൊക്കെയാണ്, TPD, DT, TT ആൻഡ് BCG. വിച്ച് കണ്ടീഷൻ ക്യാൻ കോസ് വാക്സിൻസ് ടു ബിക്കം ടോട്ടലി ഇൻഎഫക്റ്റീവ്? ഇൻഎഫക്റ്റീവ് ആണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്, ഹൈ സൺലൈറ്റ്, ഡീനാച്ചുറേഷൻ ഡ്യൂ ടു ഇംപ്രോപ്പർ ടെമ്പറേച്ചർ, റിപ്പീറ്റഡ് യൂസ്, വയൽ ലേബൽ ഫെയ്ഡിങ്. ഏതാണ് വരുന്നത്, ഡീനാച്ചുറേഷൻ ഡ്യൂ ടു ഇംപ്രോപ്പർ ടെമ്പറേച്ചർ. പ്രോപ്പർ ടെമ്പറേച്ചർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം എന്താണ്, ഡീനാച്ചുറേഷൻ ഡ്യൂ ടു എന്താണ്, ഇംപ്രോപ്പർ ടെമ്പറേച്ചർ ആണ് അതിൻ്റെ ഒരു റീസൺ എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താ, വോക്ക് ഇൻ കോൾഡ് റൂംസ് ആർ മീൻഡ് ടു സെർവ് ഹൗ മെനി ഡിസ്ട്രിക്റ്റ്? നമ്മൾ പറഞ്ഞതാ അല്ലേ, എത്ര ഡിസ്ട്രിക്റ്റ് വരെയുള്ളിടത്താണ് നമ്മൾ ഈ എന്താ പറയുന്നത് ഈ വോക്ക് ഇൻ കോൾഡ് റൂം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരുപാട് ബൾക്ക് ഓഫ് വയൽ അതിനകത്ത് കാണും. എറൗണ്ട് എത്രയാണ്, 4 to 5 ഡിസ്ട്രിക്റ്റിൽ വരെ നമുക്ക് ഇതിൻ്റെ സപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി എന്താ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് വോക്ക് ഇൻ ഫ്രീസർ? വോക്ക് ഇൻ ഫ്രീസറിൻ്റെ ഫങ്ഷൻ എന്താണ്, സ്റ്റോറിംഗ് വാട്ടർ ബോട്ടിൽ, കീപ്പിംഗ് ആൻറ്റിബയോട്ടിക്സ്, ബൾക്ക് സ്റ്റോറിംഗ് ഓഫ് OPV ആൻഡ് പ്രിപ്പയറിംഗ് ഐസ് പാക്ക്, ഡ്രൈ വാക്സിൻ സ്റ്റോറേജ്. ഓഫ് കോഴ്സ് എന്താ ഇതാ ബൾക്ക് സ്റ്റോറിംഗ് ഓഫ് എന്താണ്, OPV ആൻഡ് പ്രിപ്പയറിംഗ് ഐസ് പാക്ക് അല്ലേ. ഇനി അടുത്ത ഏതാണ്, വിച്ച് വാക്സിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ ILR അറ്റ് PHC ലെവൽ? ആൻറ്റിസെപ്റ്റിക്സ്, ഓൾ UIP വാക്സിൻസ്, കോഫ് സിറപ്പ്, ആൻറ്റിബയോട്ടിക്സ്. ഏതാണ്, നമ്മൾ പറഞ്ഞു ഓൾ UIP വാക്സിൻ, എല്ലാ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിൻസും അതിനകത്ത് വരും. അത് 12 എണ്ണം ഉണ്ട്, 9 എണ്ണം നാഷണലിയും 3 എണ്ണം സബ് നാഷണലി ആണ്. മീസിൽസ്, മംസ്, റുബല്ല, പോളിയോ, ചൈൽഡ്ഹുഡ് എന്താണ് ട്യൂബർക്കുലോസിസ്, പിന്നെന്താ ഇത്രയും കാര്യങ്ങൾ. പിന്നെ സബ് നാഷണലി വരുന്നത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, റൊട്ടാ വൈറസ്, ന്യൂമോണിയ, ഇതെല്ലാമാണ് ന്യൂമോകോക്കൽ, ഇതെല്ലാമാണ് എന്താ പറയുക ഇപ്പോൾ ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്, ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിനാണ്. അത് വരുന്നത് എവിടെയാണ്, ILRലാണ്. എവിടുത്തെയാണ്, PHC ലെവലിൽ. ക്ലിയർ ആയോ? വിച്ച് പാർട്ട് ഓഫ് ILR ഈസ് കൂളർ? ടോപ്പ്, സൈഡ്, ബോട്ടം, ബാക്ക്? ഏത് വേണം, അപ്പർ പാർട്ടാന്ന് പറഞ്ഞു. അപ്പർ പാർട്ടിൽ ബോട്ടത്തിലാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ബോട്ടത്തിലാണ് ഏറ്റവും കൂളറായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അടുത്ത എന്താ, ഇൻ ILR വെയർ ആർ OPV, BCG ആൻഡ് മീസിൽസ് ആർ സ്റ്റോർഡ്? ടോപ്പ് ഓഫ് ദ ബാസ്ക്കറ്റ്, ബോട്ടം ഓഫ് ദ ബാസ്ക്കറ്റ്, ഔട്ട്സൈഡ് ദ ILR എലോങ് വിത്ത് ദ ഡയലോയൻറ്റ്? എവിടെയാണ്, ബോട്ടം ഓഫ് ദ ബാസ്ക്കറ്റ്. നമ്മളത് പഠിച്ചതാ, ഇപ്പം അങ്ങോട്ട് പഠിച്ചതല്ലേ ഉള്ളൂ, ഓർക്കുന്നുണ്ടോ? പിന്നെ ഹൗ ഓഫൺ ഷുഡ് ILR ടെമ്പറേച്ചർ ബി റെക്കോർഡ്? വൺസ് ഡെയിലി, എവറി 6 hours, ട്വൈസ് ഡെയിലി, വീക്ക്ലി? നമ്മുടെ അടുത്ത് അവർ പറഞ്ഞായിരുന്നു അല്ലേ, 2 ദിവസം കൂടിയിരിക്കുമ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൂസ്?
എന്താണ് റിഗാർഡിങ് ILR യൂസ്. ILR യൂസിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കീപ് ILR ഇൻ ദ ഡയറക്റ്റ് സൺലൈറ്റ്, അത് ഡോൺസ് ആണ് അല്ലേ. പിന്നെന്താണ്? സ്റ്റോർ എക്സ്പേർഡ് വാക്സിൻസ്, മെയിൻറ്റെയിൻ എയർ സർക്കുലേഷൻ ഇൻസൈഡ്. ഓക്കെ. പിന്നെന്താണ്? സ്റ്റോർ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, അതെന്താണ്? ഡോൺസ് അല്ലേ. പിന്നെ അപ്പം ഇതിന് ആൻസർ എന്താണ് വരുന്നത്? സ്റ്റോർ എന്താ പറയുന്നത്, മെയിൻറ്റെയിൻ എയർ സർക്കുലേഷൻ ഇൻസൈഡ്. നമ്മൾ പറഞ്ഞു ഓരോ വയലും വെക്കുന്നത് എന്താണ്, ഇത്ര സ്പേസിൽ വേണം അത് എന്ത് ചെയ്യാൻ, ഓരോ വാക്സിനും വെക്കാൻ, എന്നെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, എയർ സർക്കുലേഷൻ അവിടെ നടക്കത്തുള്ളൂ അല്ലേ. സ്റ്റോർ എക്സ്പേർഡ് വാക്സിൻ സ്റ്റോർ ചെയ്യണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് ചെയ്യരുത് അല്ലേ. അതെന്താണ്? ഡോൺസ് ആണ് അല്ലേ. ഇനി അടുത്ത എന്താ? Which of the following is the don'ts regarding ILR? Store OPV and ILR, keep air circulation, places object on ILR, lock the ILR. ഏതാണ്? place objects. നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് objects like എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ? വാട്ടർ ബോട്ടിൽ, പിന്നെന്താണ്? ഡ്രിങ്കിങ് വാട്ടർ അല്ലേ, ഡ്രിങ്കിങ് വാട്ടർ, ഡ്രഗ്സ്, എക്സ്പേർഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ എക്സ്പേർഡ് വാക്സിൻസ്, ഇതൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത് പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെന്താണ്? ഹൗ മെനി വയൽസ് ക്യാൻ എ വാക്സിൻ കാരിയർ ടിപ്പിക്കലി ക്യാരി? എത്രമാത്രം അല്ലെങ്കിൽ എത്ര വയൽസ് നമുക്ക് ഒരു വാക്സിൻ കാരിയറിൽ നമുക്ക് വെക്കാൻ പറ്റും എന്നാണ് ചോദ്യം. എന്താണ്? 2 മുതൽ 4 വരെയാണോ, 5 മുതൽ 10 എണ്ണമാണോ, 6 മുതൽ എന്താ പറയുന്നത് 20 വരെയാണോ, 25 മുതൽ 30 വരെയാണ്? എവിടെ വരെയാ? 16 മുതൽ 20 വരെ വയലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാക്സിൻ കാരിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താ? വാട്ട് സറൗണ്ട്സ് ദ വാക്സിൻ ഇൻസൈഡ് ദ വാക്സിൻ കാരിയർ? എന്താണ് വാക്സിൻ കാരിയറിൽ സറൗണ്ട് ചെയ്ത് വെക്കേണ്ടത്? വുഡൻ പ്ലാങ്ക് ആണോ, തെർമോകോൾ ആണോ, ഐസ് പാക്ക് ആണോ, സ്പോഞ്ചസ് ആണോ? ഏതാ വരുന്നത്? നമുക്കറിയാം അല്ലെ, ഐസ് പാക്ക് ആണ് 4 സൈഡിലും വെക്കേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഫോർ ഹൗ ലോങ് can cold boxes preserve vaccine? 1 day, 2 day, 1 week, 1 month? ഏതാണ്? 1 week വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാക്സിൻസ് സ്റ്റോർ ചെയ്യാൻ വെക്കാൻ വേണ്ടി പറ്റും. വിച്ച് വാക്സിൻ വയൽ ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് ഇൻ കോൾഡ് ബോക്സസ്? ഏതാണ്? OPV, BCG, DT, TT, മീസിൽസ്. ഏത് വാക്സിനാണ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് ഇൻ കോൾഡ് ബോക്സസ്? ഏതാണ്? DTയും TTയും നമ്മൾ പറഞ്ഞു അല്ലേ, അതിനകത്ത് വെക്കരുതെന്ന് പറഞ്ഞു. അതെന്താണ്? കുറച്ച് അത് ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്താ പറയുന്നത് വാക്സിനാണ്, ഹീറ്റ് സെൻസിറ്റീവ്, അതായത് ഹീറ്റ് ആയിട്ടുള്ള വാക്സിനാണ് അല്ലേ. അത് നമ്മൾ എന്താണ് ഇതിനകത്ത് വെക്കുമ്പോൾ അത് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കോൾഡ് സെൻസിറ്റീവ് ആകും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അതിനകത്ത് വെക്കത്തില്ല. പിന്നെന്താണ്? ഡേ കാരിയേഴ്സ് ആർ ഡിസൈൻ ടു സ്റ്റോർ വാക്സിൻസ് ഫോർ ഹൗ ലോങ്? 2 hours, 6 hours, 12 hours, 24 hours. എത്ര അവറാണ്? 12 hours. അത് നമ്മൾ പറഞ്ഞു. ഡേ കാരിയേഴ്സ് നമ്മൾ എന്താണ് 12 hours വരെയാണ് നമുക്ക് വാക്സിൻ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെന്താണ്? വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ഐസ് പാക്ക് യൂസ്ഡ് ഇൻ ദ കോൾഡ് ചെയിൻ? സാൾട്ടഡ് വാട്ടർ, പ്യുവർ ഐസ്, വാട്ടർ, നോ സോൾട്ട്, ആൽക്കഹോൾ. നമ്മൾ പറഞ്ഞു അല്ലേ, ഇത് തന്നെയാണ് അല്ലേ. പിന്നെന്താ? വാട്ട് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കൺട്രോൾ കോൾഡ് ചെയിൻ? ഡെയിലി ടെമ്പറേച്ചർ റെക്കോർഡിംഗ്, ട്രാൻസ്പോർട്ടിംഗ് വിത്തൗട്ട് ഇൻസുലേഷൻ, പൊട്ടൻസി ടെസ്റ്റിംഗ്, സ്റ്റാഫ് ട്രെയിനിങ്. ഏതാണ്? ട്രാൻസ്പോർട്ടിംഗ് വിത്തൗട്ട് ഇൻസുലേഷൻ ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോൾഡ് ചെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെന്താണ്? വാട്ട് ഈസ് എന്താണ് അല്ലെങ്കിൽ വാട്ട് ഡസ് വാക്സിൻ വയൽ മോണിറ്റർ ഇൻഡിക്കേറ്റ്? എക്സ്പയറി ഡേറ്റ്, ടെമ്പറേച്ചർ അറ്റ് ദ മൊമെന്റ്, ക്യുമുലേറ്റീവ് ഹീറ്റ് എക്സ്പോഷർ, ടൈം ഓഫ് മാനുഫാക്ചർ. ഏതാണ്? ക്യുമുലേറ്റീവ് ഹീറ്റ് എക്സ്പോഷർ. അതാണ് എന്താ പറയുന്നത്, അതിനകത്ത് ആ ഒരു പൊട്ടൻസി അല്ല നമ്മൾ, വാക്സിൻ്റെ പൊട്ടൻസി അല്ല നമ്മൾ നോക്കുന്നത്, എന്താണ് അത് എത്രമാത്രം ഹീറ്റ് എക്സ്പോഷർ ആകുന്നുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, VVM എന്ന് പറയുന്നത്. What is the sign to discard the vaccine based on VVM? Square lighter than circle, square matches the circle, circle disappears, white square. ഏതാണ് വരുന്നത്? Square matches the circle. അപ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. In vaccine vial monitor stage indicates it is still safe to use the vaccines. Stage 4, stage 3, stage 2 and beyond the discard point. ഏതാണ് വരുന്നത് അതിനകത്ത്? സ്റ്റേജ് 2 ആണ് വരുന്നത് അല്ലേ. സ്റ്റേജ് 2-നകത്തല്ല ഇറ്റ് ഇൻഡിക്കേറ്റ് സ്റ്റിൽ ഈസ് സേഫ് ആൻഡ് യൂസ് ദ വാക്സിൻ. അത് സ്റ്റിൽ സേഫ് ആണ്, അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് എന്തിനകത്ത് വരുന്നത്, സ്റ്റേജ്
2 വാക്സിനകത്ത് വരുന്നത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ഇന്നർ സ്ക്വയർ അറ്റ് ഡിസ്കാർഡ് പോയിന്റ്? വൈറ്റ്, ലൈറ്റർ ദാൻ ഔട്ടർ, സെയിം ആസ് ഔട്ടർ, ഡാർക്കർ ദാൻ ഔട്ടർ. ഏതാണ്? സെയിം ആസ് ഔട്ടർ സർക്കിൾ. അതാണ് ഏതിനകത്ത് വരുന്നത്? കളർ ഓഫ് ദ ഇന്നർ സ്ക്വയർ അറ്റ് ഡിസ്കാർഡ് പോയിന്റിനകത്ത് വരുന്നത്. വാട്ട് ഫാക്ടർ ഡസ് വാക്സിൻ വയൽ മോണിറ്റർ പ്രൈമറിലി മോണിറ്റർ? എന്താണ്? വാക്സിൻ കളർ, പൊട്ടൻസി ഡയറക്ട്ലി, ഹീറ്റ് എക്സ്പോഷർ, ഹ്യൂമിഡിറ്റി. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഹീറ്റ് എക്സ്പോഷർ തന്നെയാണ്. പിന്നെ ഏതാണ്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ കോൾഡ് ചെയിൻ. ദ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻസ് വാക്സിൻസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. പോളിയോ വാക്സിൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻസ്. ദ ടേം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ കെയ്റ്റ് ഒലിവർ. കോൾഡ് ചെയിൻ എൻഷുവേഴ്സ് ദ പൊട്ടൻസി ആൻഡ് എന്താണ്? പൊട്ടൻസി ആൻഡ് സേഫ്റ്റി ഓഫ് വാക്സിൻസ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം അല്ലേ, 2, 3, 4 ആണ്. പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ആണ്. ചെയിൻ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നത് കെയ്ത്ത് ഒലീവർ ആണ്. പിന്നെന്താണ്? കോൾഡ് ചെയിന് അതിൻ്റെ പൊട്ടൻസിയും സേഫ്റ്റി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ റിഗാർഡിംഗ് ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ILR ഈസ് കെപ്റ്റ് അറ്റ് PHC ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. ഓൾ വാക്സിൻ സ്റ്റോർഡ് അറ്റ് ദ ബോട്ടം പാർട്ട് ഓഫ് ദ ILR. ILR ടെമ്പറേച്ചർ ഈസ് ടു ബി റെക്കോർഡഡ് ട്വൈസ് ഡെയിലി. എക്സ്പോർട്ടഡ് ഡ്രഗ്സ് ആൻഡ് ഫുഡ് ഐറ്റംസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ILR നെസസറി. കറക്റ്റ്, അത് എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത് എന്നാണ്. അപ്പോൾ അതിനകത്ത് ഏതാണ് വരുന്നത്? 2ഉം 4 ആണ് വരുന്നത്. 2-നകത്ത് എന്താ? ഓൾ വാക്സിൻസ് ആർ സ്റ്റോർഡ് അറ്റ് ദ ടോപ്പ് പാർട്ടാണോ വരുന്നത്? അല്ല. പിന്നെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കാര്യങ്ങളും ഫുഡ് കാര്യങ്ങളും ഒക്കെ വെക്കുമോ അതിനകത്ത്? ഇല്ല. പിന്നെന്താ? ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് വാക്സിൻ വയൽ മോണിറ്റർ. ഏതാ വരുന്നത്? വാക്സിൻ വയൽ മെഷേഴ്സ് ഡയറക്ട്ലി ദ പൊട്ടൻസി ഓഫ് ദ vaccine. In stage 3, the inner square is darker than outer circle. Stage 2, vaccine vial monitor means the vaccine is still usable if expiry date is not over. Stage 4 means the vaccine must be discarded. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ് വരുന്നത്? 2ഉം 3ഉം 4ഉം. 2 എന്ന് പറയുന്നത് എന്താണ്? In stage 3, the inner square is darker than outer circle. ആണല്ലോ. ഇനി 3 ഏതാ വരുന്നത്? സ്റ്റേജ് 2 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് വാക്സിൻ ഈസ് സ്റ്റിൽ യൂസബിൾ ഇഫ് ദ എക്സ്പയറി ഡേറ്റ് ഈസ് നോട്ട് ഓവർ. 4 ഏതിനകത്താണ് വരുന്നത്? വാക്സിൻ മസ്റ്റ് ബി ഡിസ്കാർഡഡ്. അതെന്താണ്? ഡിസ്കാർഡ് ചെയ്യണം എന്നുള്ളതാണ് ഏത് സ്റ്റേജ് 4-നകത്ത് വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് കോൾഡ് ബോക്സസ് ആൻഡ് വാക്സിൻ കാരിയേഴ്സ്. ഏതാ? കോൾഡ് ബോക്സസ് ക്യാൻ പ്രിസർവ് വാക്സിൻ അപ് ടു 1 week. ഡേ കാരിയേഴ്സ് ക്യാൻ ഹോൾഡ് 6 to 8 vials ഫോർ around 12 hours. 3 പറയുന്നത് എന്താണ്? വാക്സിൻ കാരിയേഴ്സ് ആർ യൂസ്ഡ് ഓൺലി അറ്റ് റീജിയണൽ സ്റ്റോഴ്സ്. 4 കോൾഡ് ബോക്സസ് റിക്വയർസ് ഇലക്ട്രിസിറ്റി ഫോർ ഫങ്ഷനിങ്. അപ്പം ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 and 2 ഒള്ളി. അത് ട്രൂ ഏതാണ്? കോൾഡ് ബോക്സസിന് അപ് ടു 1 week വരെ വാക്സിൻ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഡേ കാരിയേഴ്സ് ക്യാൻ ഹോൾഡ് 6 to 8 vials ഫോർ അറൌണ്ട് 12 hours. അല്ലേ? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ സ്റ്റോറേജ് ഓഫ് വാക്സിൻസ്. ഏതാ വരുന്നത്? DPT and TT vaccine should be stored in the freezer compartment. OPV and measles vaccine should be stored in the freezer. Vaccines vial should not come in contact with antiseptics. All vaccines should be protected from sunlight. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2, 3 and 4. അപ്പം അതിനകത്ത് 2 എന്ന് പറയുന്നത് ഏതാണ്? OPV and measles vaccine should not be stored in the ഫ്രീസർ. അല്ലേ? പിന്നെന്താ? 3 എന്താ പറയുന്നത്? വാക്സിൻ വയൽ ഷുഡ് നോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് ആൻറ്റിസെപ്റ്റിക്സ്. പിന്നെ 4 എന്താ പറയുന്നത്? ഓൾ വാക്സിൻ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം സൺലൈറ്റ്. ക്ലിയർ ആയോ? അസേർഷൻ ഏതാണ്? പോളിയോ വാക്സിൻ മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ ഫ്രീസർ കമ്പാർട്ട്മെന്റ്. റീസൺ എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ ഈസ് ഹൈലി ഹീറ്റ് സെൻസിറ്റീവ്. ഇതിൻ്റെ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഈസ് ട്രൂ. ആർ ഈസ് ഫോൾസ്. എ ഈസ് ഫോൾസ്. ആർ ഈസ് ട്രൂ. ഏതാണ് വരുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ഏതാണ് വരുന്നത്? ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ.
പിന്നെ ഏതാണ് അസേർഷൻ ഏതാണ് വരുന്നത്? ഓൾ വാക്സിൻസ് മസ്റ്റ് ബി സ്റ്റോർഡ് ടുഗദർ ഇൻ എനി പാർട്ട് ഓഫ് ദ ILR. ILR മെയിൻറ്റെയിൻ എ യൂണിഫോം ടെമ്പറേച്ചർ ഇൻ ഓൾ ഏരിയാസ് ഇൻസൈഡ് ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ വാക്സിൻ ഷുഡ് ബി അല്ലെങ്കിൽ ക്യാൻ ബി ടുഗദർ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ, എനി പാർട്ട് ഓഫ് ദ ILR. അങ്ങനെയാണോ? അതിൻ്റെ ഒരു റീസൺ പറയുന്നത് ILR മെയിൻറ്റെയിൻ യൂണിഫോം ടെമ്പറേച്ചർ ഇൻ ഓൾ ഏരിയാസ് ഇൻസൈഡ് ഇറ്റ്. അപ്പം ഇതിൻ്റെ ഇത് വരുന്നത് ബോത്ത് A and R are true, R is the correct explanation of A. Both A and R are true, R is not the correct explanation of A. A is true, R is false, A is false, but R is ട്രൂ. ഏതാ വരുന്നത് അതിൻ്റെ ആൻസർ? എ എന്ന് പറയുന്നത് ഫോൾസാ അല്ലേ. എല്ലാ ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പർ പാർട്ടിൽ ബോട്ടം റീജിയനിൽ മാത്രമേ നമുക്ക് ILRൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ആർ എന്ന് പറയുന്നത് എന്താ? എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻസ് യൂണിഫോം ടെമ്പറേച്ചർ ഓൾ ഏരിയാസ് ഇൻസൈഡ്. എല്ലാ ഏരിയയിലും കറക്റ്റ് ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഏതാ വരുന്നത്? അസേർഷൻ ഏതാ? വാക്സിൻ വയൽ മോണിറ്റർ ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് വാക്സിൻസ് ദാറ്റ് ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ഹീറ്റ്. Reason, vaccine while monitor measures cumulative heat exposure and changes color accordingly. Option A, both A and R are true, R is the correct explanation of A. Both A and R are true, R is not the correct explanation of A. A is true but R is false, A is false but R is true. ഏതാണ് വരുന്നത്? Both. Option A ആണ് വരുന്നത് അല്ലേ. Both A and R are true, R is the correct explanation of A. പിന്നെ ഏതാണ്? കോൾഡ് ചെയിൻ ഫെയിലിയർ ക്യാൻ ലീഡ്സ് ടു ലോസ് ഓഫ് വാക്സിൻ പൊട്ടൻസി. ആർ എന്ന് പറയുന്ന റീസൺ എന്താണ്? എക്സ്പോഷർ ടു ഇൻകറക്റ്റ് ടെമ്പറേച്ചർ ക്യാൻ ഡിനേച്ചേഴ്സ് വാക്സിൻസ്. പിന്നെ അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഏതാണ്? ഓപ്ഷൻസ് ഏതാണ് വരുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്, എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. രണ്ടും കറക്റ്റ് ആണല്ലേ. കോൾഡ് ചെയിൻ ലീഡ്സ് ടു ലോസ് ഓഫ് വാക്സിൻ. അത് കോൾഡ് ചെയിൻ്റെ ഫെയിലർ വാക്സിൻ്റെ പൊട്ടൻസിയെ നഷ്ടപ്പെടുത്തും. എന്താണ്? എക്സ്പോഷർ ടു ഇൻകറക്റ്റ് ടെമ്പറേച്ചർ ക്യാൻ ഡീനേച്ചേഴ്സ് ദ വാക്സിൻസ്. അതപ്പോൾ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ കൊടുത്തേക്കുന്നത്. പിന്നെ ഏതാണ്? അസേർഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പേർഡ് വാക്സിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ILR ഫോർ ഫ്യൂച്ചർ യൂസ് ആണോ? അല്ല. എന്താ? ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾഡ് ടെമ്പറേച്ചേഴ്സ് ക്യാൻ റീസ്റ്റോർ ദ എഫക്റ്റീവ്നെസ് ഓഫ് എക്സ്പേർഡ് വാക്സിൻസ്. both A and R are true, R is the explanation of A. Both A and R are true but R is not the correct explanation of A. A is true, R is false, both A and R are false. ഏതാണ് വരുന്നത്? ഓഫ് കോഴ്സ് ഏതാ? both A and R are false. ഓക്കെ. അപ്പം നിങ്ങൾ കോൾഡ് ചെയിൻ നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് എന്താ പറയുക, നന്നായിട്ട് ഇതൊന്ന് ക്ലാസ് ഒന്ന് കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുമ്പം ഈ ഭാഗം കുറച്ചും കൂടി നന്നായിട്ട് തറവാകും. അപ്പം എന്താ പറയുക, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.